ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ബാബു ജോർജ് സാറിൻ്റെ ഭവനത്തിലാണ്. ഇന്ന് സാറിൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അതോടൊപ്പം ചില ഉപദേശ വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ ക്രൈസ്തവ പ്രത്യേകിച്ച് പെന്തക്കോസ്തൽ സഭയുടെ വളർച്ചയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, സഭയുടെ ഏത് ഔദ്യോഗിക പദവിയിലായിരിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദാസൻ ഗോസ്പൽ TV UP എന്ന പേരിൽ ചാനൽ നടത്തുകയും ആയിരക്കണക്കിന് സുവിശേഷകർക്കും ദൈവജനത്തിനും പ്രയോജനപ്പെടുന്ന നിലയിൽ ദൈവവചനം TV-യിലൂടെയും ചാനലിലൂടെയൊക്കെ പ്രസിദ്ധം ചെയ്ത് ദൈവത്തിൻ്റെ സഭയുടെ വളർച്ച അഥവാ സുവിശേഷീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കർത്തൃദാസനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ TV ചാനലൊക്കെ നടത്തുന്നവർ അവരുടെ വീട്ടിലിരുന്നും ഓഫീസിലിരുന്നുമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കർത്തൃദാസൻ ഇന്നലെ വൈകിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. തൻ്റെ ആ തീക്ഷ്ണതയും താൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നെന്ന് തനിക്ക് ബോധ്യം ലഭിക്കുന്നവരുടെ ഭവനങ്ങളിൽ പോയി രോഗികളും പ്രതിസന്ധി നിൽക്കുന്നവരും അപ്പോൾ തന്നെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെയൊക്കെ ഈ ചാനലിലൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേദപുസ്തക ഭാഷയിൽ ബിബ്ലിക്കലായി തിയോളജിക്കലായി പറഞ്ഞാൽ ഞാൻ അതിന് പറയുന്നത് ടു എക്വിപ്പ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ നറിഷ് ചെയ്യുന്നതിന്, അതിനെ എക്വിപ്പ് ചെയ്യുന്നതിന് ദൈവദാസൻ ശ്രമിക്കുന്ന ശ്രമം, അപ്പോൾ തന്നെ ഒരുക്കി വിടുന്ന തൻ്റെ ഭാര്യയുണ്ട്. ഞാൻ ഈ ചാനലിലൂടെ കണ്ടതല്ലാതെ വേറെ കണ്ടിട്ടില്ല. എന്നാൽ ആ സഹോദരിയുടെ നല്ല മനസ്സിനെയും കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാലത്ത് ഞാനും ഇതുപോലെ എല്ലാം മറന്ന് പോയപ്പോൾ എന്നെ പിന്തുണച്ച എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ ദാസിയെയും പ്രത്യേകാൽ അഭിനന്ദിക്കുന്നു. ഇത് കാണുന്ന നിങ്ങളെ എല്ലാവരെയും സർവ്വകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മുഖാന്തരം നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ ഒരു ഉത്തേജനമാകുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ പിതാവ് പാസ്റ്റർ AK ജോർജ്, AK എന്നുള്ളത് അമ്പീലേത്ത് കൊച്ചുകുഞ്ഞിൻ്റെ മകൻ ജോർജ് എന്നുള്ളതാണ് AK ജോർജ്. എൻ്റെ മമ്മി എന്ന് പറയുന്നത് ഇടയ്ക്കാട്ടിൽ അഥവാ അടൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ അകലെ ഇടയ്ക്കാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇടയിലെ വീട്ടിലെ കുടുംബാംഗമാണ്. ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ മൂത്ത മകൻ, എൻ്റെ ഇളയ
2 സഹോദരിമാരാണ്. നേരെ ഇളയ സഹോദരി കണ്ണൂരിൽ താമസിച്ച് അവർ പാസ്റ്റർ അല്ലെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണ്, കണ്ണൂർ AG സഭയിൽ ദീർഘകാല സെക്രട്ടറിയായി എൻ്റെ അളിയൻ ഫ്രാൻസിസ് കട്ടക്കയം, ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ റവറൻ VT എബ്രഹാം അവിടുത്തെ സൂപ്രണ്ടായി സേവനം അനുഷ്ഠിക്കുന്ന ദൈവദാസൻ ആരംഭിച്ച സഭയാണ് കണ്ണൂർ സഭ. അന്ന് അവർ വളരെ തോളോട് തോൾ നിന്ന് എൻ്റെ അളിയൻ ഫ്രാൻസിസ് കട്ടക്കയവും മേഴ്സി ഫ്രാൻസിസ് കട്ടക്കയവും അവരുടെ കുഞ്ഞുങ്ങൾ, മൂത്ത മകൻ കുടുംബമായി അമേരിക്കയിലാണ്, ഡേവിഡ് ഫ്രാൻസിസ് കട്ടക്കയം, ആൻമോളെ കുഞ്ഞുങ്ങൾ. രണ്ടാമത്തെ മകൻ ഡാനിയൽ ഫ്രാൻസിസ് കട്ടക്കയം, മകള് ജോന കുഞ്ഞ്. അവർ ഡൽഹിയിൽ പാർത്ത് ജോലി ചെയ്യുകയും സുവിശേഷ വേലയുള്ള ബന്ധത്തിലും തങ്ങളാലാവത് അധ്വാനിക്കുന്നു. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യും. അതിന് ഇളയ പെങ്ങൾ, ഏറ്റവും ഇളയ പെങ്ങൾ, ഞങ്ങൾ 3 പേരാണല്ലോ, ദീർഘവർഷമായി എൻ്റെ അളിയൻ കുണ്ട്ര കോട്ടൂരഴിയത്ത്, മുളവന കോട്ടൂരഴിയത്ത് സാബു കുര്യൻ ജേക്കബ് എന്ന് വിളിക്കും. ഇളയ പെങ്ങൾ ജെസ്സി ജോർജ് കുര്യൻ. അവർ കുവൈറ്റിൽ കുടുംബമായി താമസിക്കുന്നു. അവർക്ക് 2 മക്കൾ. മൂത്ത മകന് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം അവനും ദൈവവേലയിൽ വളരെ ശ്രദ്ധാലുവായി, വളരെ ആക്റ്റീവായി മുന്നേറുന്നു. ഇളയ പൈതലും അവരുടെ കൂടെ കുവൈറ്റിലുണ്ട്. അതാണ് എൻ്റെ കുടുംബം. ഇച്ചിരൂടെ പുറകോട്ട് പോയാൽ എൻ്റെ പിതാവിൻ്റെ ഭവനവും എൻ്റെ മാതാവിൻ്റെ ഭവനവും യാക്കോബായ പാരമ്പര്യത്തിൽ നിന്നാണ് മുമ്പോട്ട് വരാൻ ഇടയായത്. അമ്പീലേത്ത് AK ജോർജ് എന്നെൻ്റെ പിതാവിന് പേരാണ്. ആ അമ്പീലേത്ത്, അത് അമ്മവീടിൻ്റെ പേരാണ്. അമ്പീലേത്ത് പീലിപ്പോസ് പണിക്കരുടെ മകളാണ് എൻ്റെ വലിയമ്മ. അതുപോലെ തന്നെ എൻ്റെ അമ്മ, അവർ കല്ലടയിൽ നിന്നും ഇടയ്ക്കാട്ടിലേക്ക് വന്ന് താമസിച്ചു. മുതലാളി ഫാമിലിപ്പെട്ടവരാണെന്ന് ഇങ്ങനെ ഉള്ള ഒരു പാരമ്പര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഭാഗത്തു നിന്നും എൻ്റെ അമ്മയുടെ പിതാവ് കുക്ക് സാഹിബ് പെന്തിക്കോസിൻ്റെ പ്രവർത്തനവുമായി കേരളത്തിൽ വന്നപ്പോൾ ആ പ്രവർത്തനത്തിൽ ആകർഷിക്കപ്പെട്ട് ഇടയ്ക്കാട്ടിൽ നിന്നും നടന്ന് തുവയൂർ ആരംഭിച്ച പെന്തിക്കോസിൻ്റെ ആദ്യകാല സഭയിലെ ഒന്നാണ് തുവയൂർ ചർച്ച് ഓഫ് ഗോഡ്. അവിടെ ആരാധനയ്ക്ക് മൈലുകൾ നടന്ന് വേണം പോകാൻ. വല്യപ്പച്ചനും വല്യമ്മച്ചിയുള്ളപ്പോൾ ഈ യാത്രകളെക്കുറിച്ചൊക്കെ പലതും പറഞ്ഞതിന് എൻ്റെ ഓർമ്മയിലുണ്ട്. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാനതൊന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സുവിശേഷ വേലയോട് വലിയ തൽപരനായ എൻ്റെ പിതാവ് കുക്ക് സാഹിബിൻ്റെ ആ തുവയൂർ ആരംഭിച്ച പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കുറേ നാൾ പോയപ്പോൾ അതിലൊരു സുവിശേഷകന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അവരെ കൈത്താങ്ങുന്നതിന് വേണ്ടി ആ സുവിശേഷകന് നമുക്ക് ഇടയ്ക്കാട്ടിലൊരു പ്രവർത്തനം ആരംഭിക്കാം. അങ്ങനെയാണ് ഇടയ്ക്കാട്ടിൽ ഇന്ന് എല്ലാ പെന്തിക്കോസ്ത് സഭകൾക്കും സ്ഥലവും ആരാധനാലയവും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം ആയിക്കഴിഞ്ഞു. എന്നാൽ അവിടുത്തെ ആദ്യത്തെ പ്രവർത്തനം എൻ്റെ വലിയപ്പൻ, അമ്മയുടെ അപ്പനും സഹോദരന്മാരും ഇടുക്കള മാപ്പിള എന്നാണ്, ഗീവർഗീസ് ഇടുക്കള, എൻ്റെ ഓർമ്മ ശരിയാണ് എന്നാണ് പേര്. അപ്പോൾ തന്നെ എൻ്റെ വല്യമ്മച്ചി പുത്തൂർ മനക്കരക്കാവ്, അതാ അമ്മയുടെ കാര്യം പറയുന്നത്. ഇന്നവിടെ മനക്കരക്കാവിൽ അവർ
ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്നും വല്യമ്മച്ചി, അങ്ങനെ ആ മനക്കരക്കാവ് എന്നുള്ള പേര് തന്നെ. അപ്പം മനക്കരക്കാവിലിപ്പോൾ ഒരു മലങ്കരയിലെ ഒരു ബിഷപ്പുണ്ട്. അതെൻ്റെ സമപ്രായമുള്ള ബഹുമാനപ്പെട്ട തിരുമേനി, ഞങ്ങൾക്ക് വളരെ സ്നേഹിതനാണ്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെ മാതാവും പിതാവും മുമ്പോട്ട് വരുന്നത്. എന്നാൽ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ പിതാവിൻ്റെ പിതാവ് തുമ്പോണാണ്. തുമ്പോണിൽ നിന്നും വിവാഹത്തോടുള്ള ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വല്യമ്മച്ചി മുഖാന്തരം ഈ അവരുടെ വീട്ടിലേക്ക് അമ്പീലേത്ത്, അതായത് ചക്കുവള്ളിയിൽ ഉള്ള ആ ഭവനത്തിലേക്ക് വരികയും അവിടെ വെച്ച് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് രക്ഷിക്കപ്പെടാനിടയായി. എന്നാൽ അതിനു മുമ്പൊരു സംഭവമുള്ളത്, എൻ്റെ വല്യപ്പനും വല്യമ്മയും ഈ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പപ്പായുടെ സിസ്റ്റർ ഒരാളുണ്ട്, കുട്ടിയമ്മ ജോർജ് എന്നവർ. അവരിപ്പം നൂറിനാട്ടാണ് താമസിക്കുന്നത്. പപ്പായ്ക്ക് 10 വയസ്സും കുട്ടിയമ്മയ്ക്ക്, എൻ്റെ മാവിക്ക്, അപ്പൻ്റെ പെങ്ങളാണല്ലോ, മാവിക്ക് 5 വയസ്സുള്ളപ്പോൾ ആണ് ഇവരുടെ അപ്പനും അമ്മയും പെട്ടെന്ന് മരിക്കാനിടയായി. പിന്നെ സംരക്ഷണ അമ്മാച്ചൻ്റെ പീൽപോസ് പണിക്കരുടെ മകൻ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായി. അവിടെ ധാരാളം കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. എന്നാൽ അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. കൃപയാൽ എൻ്റെ പിതാവും മാതാവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തിക്കോസ്ത് അനുഭവത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗങ്ങളായി തീർന്നു. അവിടം മുതലാണ് എനിക്ക് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പപ്പായുടെ വീട്ടുകാരൊക്കെ യാക്കോബായ പശ്ചാത്തലത്തിലുള്ളപ്പോൾ പപ്പ സേവിക്കാൻ ഇറങ്ങിയ ദൈവം ഏകസത്യ ദൈവവും ആ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കാൻ ചെയ്യാൻ പപ്പായുടെ ഒരു അർത്ഥ സഹോദരൻ, ഒരു ഫസ്റ്റ് കസിൻ, പപ്പായുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, അന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ലഭിച്ചു. ജോലി ലഭിച്ചപ്പോൾ തുമ്പോണമെന്നും എൻ്റെ പിതാവിൻ്റെ വന്ന് പാർക്കുന്നത് കൊണ്ട് അവിടെ ബന്ധുക്കളാരും ഇല്ലാത്തതിൻ്റെ പേരിൽ പപ്പായ്ക്കൊരു താല്പര്യം, തുമ്പോണുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് ഇടയ്ക്കാട്ടിൽ കൊണ്ടുവരണമെന്നൊരു ചിന്ത. അങ്ങനെ വന്നപ്പോൾ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ജോലിയൊക്കെ ലഭിച്ച് PW ഡിപ്പാർട്ട്മെൻറ്റിൽ പുള്ളി ഒരു ഓവർസിയറായി നാട്ടിൽ വരികയും അന്ന് ആ സ്ഥലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും പുള്ളിയൊക്കെ വിവാഹം ആലോചിച്ചു. പപ്പ തന്നെ അത് ആലോചിച്ച് വിവാഹം നടത്തി. അദ്ദേഹത്തിൻ്റെയും പേര് ജോർജ് എന്നാണ്. അപ്പോൾ ഇവർ ജ്യേഷ്ഠന്മാർ ഒരുമിച്ച് ജീവിക്കുകയും ജീവിതത്തിൻ്റെ ഓരോ വേദനകളൊക്കെ ഇവർ തമ്മിൽ പങ്കുവെക്കും. അദ്ദേഹം വിവാഹം കഴിച്ച് അവിടെ വന്നപ്പോൾ പപ്പ ഇതുപോലെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന സമയമാണ്. എന്നാൽ വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഈ എതിർപ്പെന്ന് പറഞ്ഞാൽ ഈ പെന്തിക്കോസുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പെന്തിക്കോസുകാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഭാഹാളിൽ മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പിതാവ്, അപ്പനും അമ്മയും ഇല്ലല്ലോ, ആരോ ഒരാൾ പറഞ്ഞു പോരുവഴിയിൽ AG ചർച്ചിൽ ആരാധന, അതിന് വാ എന്ന് പറഞ്ഞു. പപ്പായ അറിയാവുന്നവരവിടെയുള്ളവർ. പണ്ട് ഈ മണ്ണ് വാരി എറിഞ്ഞതിൻ്റെ പേരിൽ പപ്പ യോഗത്തിന് ചെന്നെന്നറിഞ്ഞതിൻ്റെ പേരിൽ പാസ്റ്റർ കണ്ണ് തുറന്നു കണ്ടിരുന്നു. എല്ലാവരും കണ്ണടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ കണ്ണ് തുറന്നിരുന്നു. കാരണം എന്താ ഇവൻ കാണിക്കുന്നത്, കാണിച്ചാലും പ്രബല കുടുംബത്തിൽപ്പെട്ടവരായതിൻ്റെ പേരിൽ ഒന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരിത്, അപ്പോൾ അതിൽ പപ്പായ്ക്കും അകത്ത് കയറിയിരിക്കാൻ മടി. പപ്പ പറഞ്ഞ സാക്ഷ്യമാണ്. ഉമ്മരപ്പിടിയിലിരുന്നു. പപ്പ വന്നു എന്ന് കണ്ടപ്പോൾ എല്ലാം
അവരെല്ലാം പുറകോട്ട് നോക്കുകയാണ്, എന്താണ് അടുത്തത് നടക്കുന്നതെന്ന് അറിയാൻ നോക്കുക. അപ്പോൾ പാട്ടുപാടി ഒരു പ്രവാചകൻ അന്ന് പാട്ടുപാടി ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നത് പാസ്റ്റർ PD തോമസ്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൊല്ലത്ത്. അതായത് അദ്ദേഹത്തിൻ്റെ വീട് കരുനാഗപ്പള്ളിയിൽ പുളിവേലിൽ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ കുടുംബവുമായി പുള്ളിയുടെ കുടുംബത്തിനൊരു ബന്ധമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ആ സ്നേഹവും ഉള്ളതുകൊണ്ട് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ പാടില്ല. എന്നാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പിതാവ് കണ്ണടച്ചു. ദൈവമേ, ഇത് സത്യമാണോ? ബാലനല്ലേ? സത്യമാണോ? സത്യമാണെങ്കിൽ എനിക്കും ഇത് നൽകണമേ. ഈ കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരം, ആണിപ്പാടുള്ള ഒരു കരം, ആ കരത്തിൽ നിന്നും 2-3 തുള്ളി രക്തം പപ്പായുടെ മേൽ വീഴുകയും അവിടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, പപ്പ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല. ആദ്യമായൊരു പെന്തിക്കോസ് യോഗത്തിൽ പോകുന്നു. ഈ 2 തുള്ളി രക്തം വീഴുകയും പപ്പ തുള്ളാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിൽ വലിയ ശക്തി. അപ്പോൾ വന്ന ഉപദേശിമാർ അവരെല്ലാം ചിന്തിച്ചു, ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ശാപം വരാതിരിക്കാൻ അവർ പ്രത്യേകമുള്ള അന്നത്തെ കാര്യം ഇത് പപ്പ പറഞ്ഞ് ഞാൻ കേട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇന്നും ചിന്തയുള്ളതാണ്, രക്ഷിക്കപ്പെടാതിരിക്കുമ്പം, സ്നാനപ്പെടാതിരിക്കുമ്പം എൻ്റെ പിതാവ് അഭിഷേകം പ്രാപിച്ചെന്ന് പറയുമ്പം എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് എൻ്റെ തിയോളജി മുഴുവനും തകിടം മറിയുക. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയാൻ സ്നേഹിച്ചില്ല, എന്നാൽ ദൈവം എൻ്റെ കുടുംബത്തെ, എൻ്റെ പിതാവിനെയും സ്നേഹിച്ചു. അങ്ങനെ ആ അനുഭവത്തിലേക്ക് വരികയും അങ്ങനെ പാസ്റ്റർ PD തോമസിൻ്റെ ഒരു ശിഷ്യനായി പിതാവ് വളർന്നു വന്നു. ഞങ്ങൾ പാസ്റ്റർ PD തോമസിനെ പറയുന്നത് കൊല്ലത്തെ അപ്പച്ചൻ. കൊല്ലത്ത് AG സഭയുണ്ടാകാൻ, ഇന്ന് കാണുന്ന AG നഗറും AG സഭയുണ്ടാകാൻ കൊല്ലത്തെ അപ്പച്ചൻ്റെ കൂടെ ശിഷ്യനായി നിന്ന് ഒരു കൈത്താങ്ങൽ നടത്തിയതായ എൻ്റെ പിതാവ്. കാരണം പുള്ളിക്ക് വേണ്ടി എല്ലാ പണിയും ചെയ്യുന്നയാളാണ് എൻ്റെ പിതാവ്. ആത്മീയ ബന്ധം അങ്ങനെ വന്നു. അന്നത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്. കാരണം കൊല്ലത്തെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം അപ്പച്ചനെ പോലെ ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു, ഒരു ബന്ധം വന്നു. അപ്പം ആ ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും എൻ്റെ പിതാവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തിന്ന് കാണുന്ന AG നഗർ ഉണ്ടാക്കിയപ്പം അതൊക്കെ ഞാനിപ്പം ഓർക്കുകയാണ്. കൊല്ലത്തെ അപ്പച്ചൻ പാസ്റ്റർ PD തോമസ് പറഞ്ഞു, ജോർജ് കുട്ടി, നീ ഒരു 10 സെൻറ്റ് വസ്തു നിനക്ക് ഒക്കുന്ന കാശിതാ, ഒരു സ്വല്പം തന്നാൽ മതി, ബാക്കി ഞാൻ ക്രമീകരിക്കാം. കാരണം പുള്ളി അത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും പപ്പ പറഞ്ഞു, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ദൈവരാജ്യം, കാരണം ആവശ്യത്തിന് സ്വത്തും കാര്യങ്ങളും നാട്ടിലുണ്ടല്ലോ, അപ്പം പിന്നെ അത് വേണ്ട. അത്ര ഒരു വക്രത മനോഭാവം അല്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതണമെന്നോ അങ്ങനൊന്നും പപ്പായ്ക്കില്ലായിരുന്നു. പപ്പ ഒരു നിഷ്കളങ്കനായ, വിശുദ്ധനായ, ഇന്നും എനിക്ക് റോൾ മോഡൽ, എനിക്ക് ചൈതന്യം തരുന്നത് എൻ്റെ പിതാവിൻ്റെ ജീവിതാനുഭവം. അതിലേറ്റവും പ്രധാനം, രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അഭിഷേകത്താൽ നിറയപ്പെട്ട എൻ്റെ പിതാവ് മരണം വരെയും വിശ്വസ്തനായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആ പിതാവിൻ്റെ റോൾ മോഡലാണ് ഞാൻ അനുകരിച്ചിരിക്കുന്നത്. പിന്നെ ഭവനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ പപ്പായുടെ പെങ്ങളാണ് കുട്ടിയമ്മ ജോർജ്. അതിൽ പാസ്റ്റർ MJ ജോർജ് മാമൂട്ടിൽ, പാസ്റ്റർ MJ ജോർജ്, അതും നൂറിനാട്ടൊരു പ്രബല കുടുംബമാണ്. അവർക്ക് ദൈവം ദാനമായി നൽകി, മാവിക്ക് മക്കളെ നൽകി, 2 പെൺമക്കളും 4 ആൺമക്കളും. അതിൽ മൂത്തയാൾ സുവിശേഷ വേലയാണ്, മാത്യു ജോർജ്, രാജു എന്ന് ഞങ്ങൾ വിളിക്കും. അവന് കുടുംബമായിട്ടിപ്പം പത്തനംതിട്ട AGയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അടുത്തയാൾ ബിജു, അവന് കാനഡയിൽ കുടുംബമായി താമസിക്കുന്നു. അടുത്തയാൾ സൈമൺ, അവന്
കുവൈറ്റിൽ കുടുംബമായി താമസിക്കുന്നു. അടുത്തയാൾ കൊച്ചുമോന് കുടുംബമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു. ഇളയ മകള് ബ്ലസ്സിമോള് അവൾ കുടുംബമായിട്ട് ജസ്റ്റിനും അവർ കുടുംബമായിട്ട് UK താമസിക്കുന്നു. മൂത്ത മോളാണ് ഷീജയും കുടുംബവും. അവർ പുനലൂരിൽ ഒരു വീട് വാങ്ങിച്ച് ഷീജയും കുടുംബവും അവിടെ താമസിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം. ഈ പിന്നെ സാറിൻ്റെ കുടുംബ പശ്ചാത്തലം, വീട്ടിൽ മക്കൾ എത്ര പേരാണ്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ്, ഞാൻ അങ്കമാലിയിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ പ്രീമിയർ സ്റ്റഡി ബൈബിൾ പ്രിൻ്റ് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്ത് എടുത്ത ബഹുമാന്യനും നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്തൃദാസൻ ബ്രദർ PP ജോർജ്. PP ജോർജ് എൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് കല്യാണം കഴിക്കാൻ ഒരു കാരണമുള്ളത്, ഞാൻ അവിടെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഈ PP ജോർജിൻ്റെ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത ട്രാക്റ്റുകൾ ഞാൻ എടുത്ത് ഇങ്ങനെ വിതരണം ചെയ്താന്നുള്ളപ്പോൾ സാധാരണ ഉപദേശിമാർക്കില്ലാത്ത ഒരാവേശം എനിക്ക് പുള്ളി കണ്ടു. പുള്ളി കണ്ടപ്പോൾ പുള്ളിയാണ് ഒരു വിവാഹാലോചനയുമായി പുള്ളിയുടെ അളിയൻ്റെ മകളെ വന്നത്. അതിനകത്ത് ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്കമാലി എന്നുള്ള അതിൻ്റെ പേര് എൻ്റെ ബന്ധുക്കൾ ഇന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചെന്നാണ്. പക്ഷേ അത് ഞാൻ അങ്ങനെ ഈ PP ജോർജ് എന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ ഇതുപോലെയൊക്കെ വന്നു. അന്ന് എൻ്റെ പിതാവ് പുല്ലൂർ ഉറുകുന്നിൽ സുവിശേഷകനായിട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉറുകുന്നിൽ വന്ന് പപ്പായ അമ്മശയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ വിവാഹത്തിൻ്റെ ആലോചനകൾ വരുന്നത്. അപ്പം വിവാഹത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു ഒരു ജോലിയുള്ള പെണ്ണിനെ വേണം കല്യാണം കഴിക്കാൻ. കാരണം ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടാനോ കാര്യങ്ങൾക്കോ ഇടവരാതെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ പലവട്ടം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ടാണ് എൻ്റെ ഭാര്യയെ എനിക്ക് ദൈവം തന്നത്. അത് വിശദീകരമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. മക്കളൊക്കെ എത്ര പേരാണ്? മക്കൾ 3 പേരാണ്. 3 പേരും ദൈവകൃപയാൽ അവർ ഇവിടെ ഇല്ല, മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്നു. സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ എവിടെയായിരുന്നു? അതെ, എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ചരിത്രപരമായ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ജനനത്തിൽ തന്നെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. സംഭവം അത് ഈ ഒരു ചാനലിൽ പറയുന്നത് ശരിയല്ലെങ്കിലും എൻ്റെ ജനനത്തെങ്കിൽ എനിക്കെതിരായിട്ട് ഒരു പൈശാചിക പ്രവൃത്തി നടന്നു. അപ്പോൾ എൻ്റെ അമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരാൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. എടാ, വേറൊരാളോട് പറഞ്ഞതാ, എടാ ജോർജിൻ്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുഞ്ഞ്, ആൺമൂലം നാളെ നോക്കുന്നു, മൂലം അറവെക്കും എന്ന് ചില വാചകങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ വാചകങ്ങൾ പറഞ്ഞത് വർഷങ്ങൾ വന്നു. എൻ്റെ വിദ്യാഭ്യാസം വേണ്ടതുപോലെ മുമ്പോട്ട് പോകാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവും പിതാവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കൂടൽ കുഞ്ഞൂഞ്ഞ് സഹോദരനും ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, വാര്യാപുരം യോനാച്ചായൻ്റെ കൂടെ ഉള്ള ഒരാൾ. അപ്പം തന്നെ വാര്യാപുരം യോനാച്ചായനും ഞങ്ങളുമായിട്ടൊരു ബന്ധുതയുണ്ട്. ഈ വാര്യാപുരം യോനാച്ചായൻ്റെ ഭാര്യയുടെ ചേട്ടത്തി റാഹേലിനെയാണ് എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബന്ധത്തിൽ ഈ എൻ്റെ അമ്മയുടെ സഹോദരൻ യോഹന്നാൻ, പൊടിയൻ എന്ന് പറയും, യോഹന്നാൻ, അവരുടെ മക്കളും ഇപ്പം
അമേരിക്കയിലും വിവിധ ഇടങ്ങളിലുണ്ട്. അമേരിക്കയിലുള്ള പൊടിയൻ തോമസ്, പുള്ളിയുടെ മൂത്ത മകനാണ്, സുവിശേഷ വേലയിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ ലിങ്കൺ, ജോൺ ലിങ്കൺ, അവന് ദുബൈയിലായിരുന്നു, ഇപ്പോഴവന് കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെയാണ്. പിന്നീട് ഇളയ മകൻ ഈപ്പച്ചൻ യോഹന്നാൻ ഇപ്പോഴും അമേരിക്കയിലുണ്ട്, ഒരു കുടുംബമായിട്ട് അവിടെ പാർക്കുന്നു. അപ്പോൾ അവരുടെ അമ്മയാണ്, 2 സഹോദരിമാരുണ്ട്, കുഞ്ഞമ്മയും അമ്മണി. അവരുടെ അമ്മയാണ് എൻ്റെ അമ്മാവി. അപ്പോൾ ഈ പ്രവാചകരുമായിട്ട് ബന്ധമുണ്ടായതിൻ്റെ പേരിൽ ഇതിലൊരു പ്രവാചകൻ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ അമ്മ പ്രസവിച്ച് കിടന്നപ്പോൾ മുമ്പേ പറഞ്ഞ വാചകം പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞു, അന്ന് ബന്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബന്ധനത്തിന് എതിരെ അവരാത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് അതഴിച്ചു. അതഴിച്ച് കളഞ്ഞപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ സുബോധം വന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെയും ഒരു കുരുത്തം കെട്ടവൻ എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും 5 പേരുള്ളപ്പോൾ എനിക്കൊരു എത്ര ഉണ്ട് നോക്കിയാൽ കാണാം, 9.5 ഉള്ളൂ. കണ്ടോ, ഈ ചൂണ്ടുവിരലില്ല. കാരണം കൈയിരിപ്പ് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഒരു ബാല്യകാലത്ത് വളരെ കുരുത്തം കെട്ടവനായി ആരുടെ ഒരു നല്ല ഇത് ലഭിച്ചില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയും ദൈവസന്നിധിയിൽ എങ്ങനെ യേശുക്രിസ്തുവിനോട് അനുരൂപമാകാം. പിന്നെ ആ സമയത്ത് തന്നെ എനിക്ക് വിക്കുണ്ടായിരുന്നു. സാർ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? ബാല്യകാല വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നിന്നു, പിന്നീട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും സ്നാനപ്പെടാനും അതിൻ്റെ ഒരു കാരണം എന്താണ്, അതിൻ്റെ മുഖാന്തരം ആരാണ്, ആ ഒരു പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? അതിന് മുമ്പുള്ള ജീവിതവും എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കാമോ? ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, എൻ്റെ ജനനത്തിൽ തന്നെ ഒരു പൈശാചികമായ ബന്ധനത്താൽ ഞാൻ കുരുക്ക് അനുഭവിച്ചനായി വളർന്നുകൊണ്ട് എൻ്റെ പിതാവ് പല സ്ഥലങ്ങളിൽ മാറി മാറി കർത്താവിൻ്റെ വേലയിൽ പോയി. ഇന്ന് നൂറിനാട്ട് കാണുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ വസ്തു വാങ്ങിച്ചതും, ആ നൂറിനാട് കായംകുളം പുനലൂർ റോഡ് സൈഡല്ല അത്, ആ വസ്തു വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പപ്പായുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ കഴുത്തേ കിടന്ന മാലയെടുത്ത കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ വസ്തു വാങ്ങിച്ചത്. അന്നത്തെ കാലത്ത് മാതാമ്മമാരൊക്കെ അവിടെ പുല്ലൂറുണ്ടായിരുന്നു. പിന്നീട് ആ പൈസ കൊടുത്തു എന്ന് ഞാൻ കേട്ടു. അപ്പം അങ്ങനെ പപ്പ നൂറിനാട്ട് സുവിശേഷ വേല ചെയ്യുന്ന ആ സമയം. അപ്പം നൂറിനാട് AG സഭ ഉണ്ടായത് എൻ്റെ പിതാവിൻ്റെ സമയത്താണ്. അപ്പം തന്നെ എൻ്റെ വല്യപ്പച്ചൻ്റെ ഒരു പെങ്ങളെ അവിടെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സഹായമായിരുന്നു നൂറിനാട്ടെ വേലയ്ക്ക്. അത് വിലനിലത്തെ മാവൻ വലിയ മാവൻ, ഞങ്ങളുടെ വലിയ മാവനാണ്. വിലനിലത്ത് കുടുംബം. ആ വിലനിലത്ത് കുടുംബത്തിൽ അനേകരിന്ന് സുവിശേഷ വേലക്കാരും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. ഇന്നിപ്പം വിലനിലത്ത് താമസിക്കുന്ന ഞങ്ങളുടെ പൊടിയച്ചായനുണ്ട്. പൊടിയച്ചാന് ദൈവം ദാനമായ 2 കുഞ്ഞുങ്ങളെ നൽകി. അവർ ഒരാൾ കാനഡയിലുണ്ട്, മോള് അവൾ ബ്ലസ്സിയും ബെന്നിയും അവർ കുവൈറ്റിൽ മസ്കറ്റിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പോഴവർ നാട്ടിൽ ഈ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുന്നു. അങ്ങനെ വിലനിലത്ത് കുടുംബം, ആ കുടുംബം സഹായമായിരുന്നു. അത് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ആ കുടുംബ മുഖാന്തരമാണ് അവിടെ ആ AGയിലെ വേല വന്നത്. ഇന്നും അവർ വേലയ്ക്ക് സഹായമായി നിൽക്കുന്നു. അതാണ് ഒന്നാമത്തെ പപ്പായുടെ മിഷൻ വീട്. അതിനു മുമ്പ് ബഥേൽ ബൈബിൾ കോളേജിൽ നിന്നും കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പ്രവർത്തിക്കാനും,
കാരുവേലിൽ പിന്നെ ഏജിക്കൊരു സഭയുണ്ടാകാനും നല്ലിലെ പിന്നീട് ഏജി സഭയുണ്ടാകാനും ഇതിൻ്റെയൊക്കെ ആരംഭകാല പ്രവർത്തകരായിരുന്നു പപ്പ. അതിനുശേഷം പപ്പ മാവേലിക്കര ഫസ്റ്റ് ഏജി ഒരിക്കൽ മാവേലിക്കര ഫസ്റ്റ് ഏജി പൂട്ടൻ്റെ ഒരു രംഗം വന്നു. അവിടെ പോയി എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അടയാളം ചോദിച്ചു പ്രാർത്ഥിച്ചു. പപ്പ അടയാളം വെച്ചത് ഞാൻ പറഞ്ഞു കേട്ടത് ഒരു കുടുംബത്തെ കിട്ടണം. അപ്പോൾ അന്ന് പെന്തിക്കോസുകാർ വളരെ കുറവാണ്. എനിക്കന്ന് 5, 6, 7 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. 6, 7 വയസ്സ് കാണും, അല്ലെങ്കിൽ 10 വയസ്സിന് താഴെ. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ള കാര്യം, എനിക്ക് വിസ്മരിച്ചുകൂടാൻ കഴിയാത്ത ഒരാളാണ് കല്ലുമല കുഞ്ഞോനച്ചായൻ, പാസ്റ്റർ M.E. ജേക്കബ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുക. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ ഇളയ പെങ്ങൾ, കുവൈറ്റിലുള്ള പെങ്ങളെ എൻ്റെ അമ്മ ഗർഭം ധരിച്ച കാലത്ത്, അന്ന് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. കല്ലുമല കുഞ്ഞോനച്ചായനും അമ്മാമ്മയും അവരുടെ കാറ്, ഒരു പഴയ നല്ല ഒരു അന്നത്തെ കാലത്തെ ഒരു നല്ല കാറാണ്. അപ്പോൾ അത് കൊണ്ട് രാത്രിയിൽ യോഗം കഴിഞ്ഞിട്ട് ഈ മാവേലിക്കര പാസ്നേജ് വന്ന് പ്രാർത്ഥിക്കും. ഞാൻ തിരക്കേറിയ ആ ദൈവമനുഷ്യൻ ഇന്ന് ഞാൻ ഓർക്കുമ്പം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇന്ന് എൻ്റെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞാൽ എനിക്കൊരു പ്രസംഗം കഴിയുമ്പം പിന്നെ ക്ഷീണമാണ്. പിന്നെ അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോയി ഉറങ്ങുക. ഇന്നത്തെ എൻ്റെ ശരീരം എന്നാൽ എൻ്റെ യൗവനകാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഇതിപ്പം പ്രായമായപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ കല്ലുമല കുഞ്ഞോനച്ചാനും അമ്മാമ്മയും എൻ്റെ മാതാവ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അന്ന് പകലത്തെ ആഹാരങ്ങൾ വെച്ച ചട്ടിയും കലവും എല്ലാം അവിടെ ഉണ്ട്. ഈ അമ്മമ്മ വെള്ള സാരിയെ ഉടുക്കത്തുള്ളൂ. ഈ വെള്ള സാരി അങ്ങോട്ട് ഒതുക്കി വെച്ച് ഇതെല്ലാം കഴുകും. അന്ന് ഗ്യാസൊന്നുമില്ല, കരിക്കലവാന്ന് ഓർത്തോണം. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇന്നിരുന്ന് ഓർക്കുമ്പം എത്ര മഹത്വകരമായ ദൈവമക്കളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നെന്ന്. പപ്പായുമായി യാതൊരു ബന്ധമില്ല. കല്ലുമല കുഞ്ഞോനച്ചാൻ അന്നും സ്വതന്ത്രനായിട്ട് നിൽക്കുക. ഇന്നും അദ്ദേഹം മരിച്ചല്ലോ. അപ്പം അങ്ങനെയുള്ള ആത്മബന്ധം, ഭയങ്കരമുള്ള ആത്മബന്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെ മാറി മാറി മാവേലിക്കര, കരുനാഗപ്പള്ളി, കന്നേറ്റിൽ, ഇങ്ങനെ മുഖത്തല, കുണ്ടറ, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പപ്പ, തേവലക്കര, വിവിധ സ്ഥലങ്ങളിൽ പപ്പ പാസ്റ്ററായിട്ടിരുന്നു. അപ്പം ഈ സമയത്തെല്ലാം എൻ്റെ വിദ്യാഭ്യാസവും സ്കൂള് മാറും എല്ലാം വളരെ കുഴച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ പപ്പ യോഗം നടത്തുമ്പം പ്രവാചകന്മാരൊക്കെ പറയും എനിക്ക് ആഗ്രഹമുണ്ട് നല്ലതായിട്ട് ജീവിക്കാൻ. അപ്പം ഞാൻ നല്ലതായിട്ടൊന്ന് ജീവിക്കും, പിന്നെ എന്തു ചെയ്യും? പിന്മാറിപ്പോകും. ഇങ്ങനെ എൻ്റെ പഠനകാലയങ്ങളിലെല്ലാം മാനസാന്തരപ്പെടും, പിന്നെയും പോയി. എത്ര വട്ടം മാനസാന്തരപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതുപോലെ കാരണം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ഒരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാപത്തിലേക്ക് പോകും. പാവത്തിലെന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, രാഷ്ട്രീയവും അടിയും പിടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു, മോനെ നന്നാക്കി വെച്ച് വന്ന് ശുചിയുടെ വേല ചെയ്താൽ മതിയെന്ന്. മോനെ നന്നാക്കി വെച്ച് വന്ന് സുവിശേഷ വേല ചെയ്താൽ മതിയെന്ന്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ പിതാവ് ഒത്തിരി കേട്ടു, വേദനപ്പെട്ടു. അങ്ങനെ വേദനപ്പെട്ടു ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞക്കനാലിൽ പപ്പ സുവിശേഷകനായിരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ CSI എന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ CSI നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴാണ് ഇന്ന് ഡോക്ടർ ഐസക് വി മാത്യുവും കുടുംബവും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം വിശ്വാസത്തിലേക്ക് വന്നപ്പം പപ്പായിക്ക് ആകെയുള്ള മോൻ തല്ലിപ്പൊളി രാഷ്ട്രീയക്കാർ. അപ്പോൾ ഈ ആത്മീയ മക്കള് പപ്പായിക്ക് പലരുണ്ട്. അതിൽ ഐസക് വി മാത്യുവിനെ വീട്ടിൽ വിളിക്കുന്നത് ബാബു. അപ്പം ബാബുച്ചാനും പിന്നെ ബാബുച്ചാൻ്റെ സഹോദരൻ സജു വന്ന് ഇളയതാണ്, ബാക്കിയുള്ളത് സഹോദരിമാരാണ്. വേറെ പല കുടുംബങ്ങളുണ്ട്, ഒരു അനിയച്ചാനും കുടുംബം, അങ്ങനെ കുറച്ച് പ്രാർത്ഥിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. പിന്നെ ആ ഉണർവിൽ വന്നവർ പലരും CSIയിലെ അച്ഛന്മാരും ഇങ്ങനെ വലിയ സുവിശേഷകരായി മാറി. അപ്പോൾ ഈ ഐസക് വി മാത്യു അദ്ദേഹത്തിൻ്റെ
വളർച്ചയും ഉയർച്ചയും എൻ്റെ പിതാവിൻ്റെ ഒരു ലക്ഷ്യമായി മാറി. അതെ. അപ്പം ഞാൻ കാണിക്കുന്ന കുരുത്തക്കേട് മുഴുവനും പുള്ളിയോടാണ് പറയുന്നത്. പുള്ളി വീട്ടിലെ ഒരംഗം പോലെ. അപ്പം എനിക്കൊരു തോന്നൽ, എന്നേക്കാൾ ഉപരി എൻ്റെ പിതാവ് സ്നേഹിക്കുന്നത് പുള്ളിയാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തിനെങ്കിലും പൈസയോ വല്ലതും ഒക്കെ ചോദിച്ചാൽ പപ്പ തരൂല്ല. അതുമാത്രം ഇദ്ദേഹത്തിനെ പലപ്പോഴും സഹായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ വിഷമവും തോന്നിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ സ്നേഹിച്ച് ഉള്ള ഒരു പശ്ചാത്തലമായിരുന്നു അന്നത്തെ കുരുത്തം കെട്ട ഒരു കാലയളവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജോലിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ പോകുന്നു. ബാംഗ്ലൂർ ജോലിക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നൂറിനാട്ട് ഞങ്ങളുടെ വിലനിലത്ത് ഫാമിലി എന്ന് പറഞ്ഞു, അവിടുത്തെ ചില മക്കൾ നൂറിനാട്ട് താമസിക്കുന്നു. നൂറിനാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ വന്ന് താമസിക്കുന്നു. അവരുടെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ദാനിയൽ ചാൻ്റെ, നൂറിനാട്ടെ ഞങ്ങളുടെ വല്യമാവിയുടെ മകൻ ദാനിയൽ ചാൻ്റെ മക്കൾ. മൂത്ത മകളുടെ പേര് ലില്ലിക്കുട്ടി എന്നാണ്. ലില്ലിക്കുട്ടി, ജോയി, അങ്ങനെ അവരെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയും അവരെനിക്ക് വേണ്ടി ഒരു ജോലി തരപ്പെടുത്താനും കാര്യങ്ങളിൽ എനിക്ക് ശ്രമിക്കുകയും ഒരു ചെറിയ ജോലിയിൽ അവിടെ അകപ്പെടുകയും ആ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വേറെ ചില ആശനങ്ങൾ ഞാൻ ജോലി ചെയ്ത ഫാക്ടറിയിലുണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കാനഡയിൽ ഉള്ള മലബാറുകാരനായ കുഞ്ഞുമോൻ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട് മലബാറിലാണ്. കുഞ്ഞുമോൻ ഡാനിയൽ ഏറ്റവും നമ്മൾക്ക് എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞങ്ങളൊന്നും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. എന്നാൽ അദ്ദേഹം സദൺ ഏഷ്യ ബൈബിൾ കോളേജിൽ പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന സമയത്ത് അപ്പം കാര്യങ്ങൾ പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഞങ്ങളുടെ പൂർവഴി ഇടയ്ക്കായിട്ടുള്ള എൻ്റെ വീട്ടിൽ അന്ന് IPCയുടെ സഭാ ശുശ്രൂഷകൻ താമസിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും മരുമകനുമാണ് ഈ ബാംഗ്ലൂർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അവരെന്നെ ബന്ധപ്പെട്ടിട്ട് അവരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഒരു സഭായോഗത്തിന് ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ഇരുന്നു. സഭായോഗത്തിന് ആക്റ്റീവായി പങ്കെടുത്ത സമയത്ത് പരിശുദ്ധാത്മാവ് അന്ന് പ്രസംഗിച്ചത് മുഴുവനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ എവിടെ പോയാലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളി, അപ്പം ഞാൻ ഈ പുള്ളിയുടെ പ്രസംഗമെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാൻ ആ പാസ്റ്റർ മുഖത്തോട്ട് നോക്കി, അയാൾ വല്ലതും ഇയാൾക്ക് പറഞ്ഞു കൊടുത്താണോ. ഏതായാലും കുറച്ച് കഴിഞ്ഞു. അന്നാണ് വാസ്തവത്തിൽ എനിക്കൊരു മാനസാന്തരം വ്യക്തിപരമായി ഉണ്ടായത്. ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഇത് ഒരു 16 വയസ്സ് ഒക്കെ ഉള്ളപ്പോഴും വേണ്ട, അത്രേ ഉള്ളൂ. അപ്പം അന്നാണ് 16-17 വയസ്സ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്നാൽ 1972 എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ അവിടെ രക്ഷിക്കപ്പെട്ടു. അവിടുന്ന് ജോലിയും കളഞ്ഞു വീട്ടിൽ വന്നിട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഇവിടെ നിന്ന് വല്ലതും എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഓവർസിയറാണ്, അതിൻ്റെ പേര് ഈ കോൺട്രാക്ട് പണികളൊക്കെ കിട്ടും. എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ജോർജ് മുതലാളി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഈ കോൺട്രാക്റ്റൊക്കെ എടുത്ത് ചെയ്യും. അപ്പം ഞാൻ ചിന്തിച്ചാൽ അതങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് ശാസ്താംകോട്ട പോയി ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ പോയി ഞാനൊരു ടെൻഡറുമൊക്കെ കൊടുത്ത് വന്നിരിക്കുമ്പോഴാണ് കൂടൽ കുഞ്ഞുഞ്ഞ് എന്ന്, അന്ന് പപ്പ പോരുവഴി അസംബ്ലി ബോർഡ് സ്വന്തം സഭയുടെ പാസ്റ്ററാണ്. എൻ്റെ പപ്പ എവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടോ, എവിടെ വെച്ചുള്ള ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തം കണ്ടോ, ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് എൻ്റെ പപ്പ വന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷകനാണ്. അവിടെ തൊട്ടടുത്ത് കാക്കാൻ്റെയ്യത്ത ഭവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവവേദിയിൽ വർദ്ധിച്ചു വരുന്നവരാണ്. കാക്കാൻ്റെയത്തെ മൂത്ത മകളാണോ രണ്ടാമത്തെ മകളാണോ എന്നല്ല, കല്യാണം കഴിച്ചതാ ഈ ഇപ്പോൾ IPCയിൽ വളരെ സീനിയറായ ആധരണനായൊരു ദൈവദാസനുണ്ട്, ബെഞ്ചമിൻ വർഗീസ് എന്ന് പറയും. അദ്ദേഹം IPCയിലെ എല്ലാ ശുശ്രൂഷകർക്കും ആശീർവാദം പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ, എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു ദൈവ മകനാണ്. അത് അവിടുത്തെ മരുമോൻ. അവരെന്ന AGയിലെ അംഗങ്ങളാണ്.
എൻ്റെ പപ്പായും ഒക്കെ നിൽക്കുക അവിടെ ഇരിക്കും. അവരുടെ മക്കളുണ്ട്. മൂത്ത മകൻ്റെ പേര് ജോയ് ജോസഫ് എന്ന, അദ്ദേഹവും അമേരിക്കയിൽ സുവിശേഷ വേലയും ഇന്ത്യയിൽ സുവിശേഷ വേലയും അദ്ദേഹം പല കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാപ്പച്ചാന്, പിന്നെ അവർ 3-4-5 പിള്ളേരുണ്ട്. പിന്നെ തോമാച്ചാൻ ഇപ്പം നാട്ടിലുണ്ട്, IPC സെൻട്രൽ പാസ്റ്ററാണെന്ന് തോന്നുന്നു. തോമസ് ചാന്, പിന്നെ അനിയൻ കുഞ്ഞ്, സാബു, എൻ്റെ ഓർമ്മ ഇതാ. പിന്നെ അവർ 3-4 സഹോദരിമാരുണ്ട്. ഇപ്പം ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ദൈവദാസനാണോ പാപ്പച്ചാനാണോ അമേരിക്കയിൽ നിന്ന് കുറച്ച് പൈസ അയച്ചു കൊടുത്തു. ഇന്നത്തെ പോലുള്ള ഗൂഗിൾ പേ ഒന്നുമില്ല. ഒരു കാർഡിട്ടു അമ്മച്ചി, കാക്കാൻ്റെ അടുത്ത് അമ്മച്ചി ഒരു പ്രാർത്ഥനാ മനുഷ്യാണ്. കാക്കാൻ്റെ അടുത്ത് അമ്മച്ചി ഒരു കാർഡിട്ടു, കൂടൽ കുഞ്ഞുസവാരം കൂടെ വരാം. അപ്പം കൂടൽ കുഞ്ഞുസവാരം വരുന്നതിൻ്റെ പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ മാതാവിനെയും ക്ഷണിച്ചു, പപ്പായെയും ക്ഷണിച്ചു. പപ്പ അവരുടെ പാസ്റ്ററാണല്ലോ. അപ്പോൾ ഒരു പ്രവാചകൻ വരുമ്പം പാസ്റ്ററും ഭാര്യയുമാണല്ലോ. അപ്പോൾ എന്നോടും പറഞ്ഞു ഇതുപോലൊക്കെ കൂടെ കുഞ്ഞുസാരം വരുന്നു, മോനും പ്രാർത്ഥനയിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടി. ഇനി ഈ ബാംഗ്ലൂരിൽ വെച്ച് വിളിച്ച് പറഞ്ഞതിൻ്റെ ബാക്കി ഇനിയും ഇയാൾ വല്ലതും പറയും, വേണ്ടാത്ത പറയാൻ അതിൻ്റെ പേര് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എങ്ങനെയോ നിർബന്ധം കൊണ്ട് ഞാനങ്ങ് പോയി ചുരുക്കം കൂട്ടി പറയട്ടെ, അന്ന് അവിടുത്തെ മകൾ ലീലാമ എന്ന് പറഞ്ഞ മകള് പോസ്റ്റ് ഗ്രാജുവേറ്റ് MSc-യോ MA കൊണ്ട് കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പം ലീലാമ്മയും ഞങ്ങളും ഒരു അല്പം പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ എന്നെ വലിയ സ്നേഹമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇരിക്കുകയും ഈ കുഞ്ഞുഞ്ഞു സഹോദരൻ ഈ മൂക്കമ്പാമ്പ് ചീറ്റുന്ന പോലെ 2 ചീറ്റ്, അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്കും അറിയാം. ഈ ചീറ്റൽ കേട്ടപ്പോഴത്തേക്കിന് എൻ്റെ ആ പൗരുഷം മുഴുവനും അങ്ങ് പോയി. എൻ്റെ പൗരുഷം മുഴുവനും പോയി. ഞാൻ അന്ന് വന്നത് അതിൻ്റെ തലേ ദിവസമാണെന്ന് തോന്നി. ഞാൻ ശാസ്താംകോട്ട ബ്ലോക്കിൽ പോയി അടുത്ത പരിപാടിക്ക് വേണ്ടി ടെൻഡർ കൊടുക്കാൻ പോയത്, ഒരു സ്കൂളിൻ്റെ പണിക്ക് വേണ്ടി. ഭൂമിയിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഈ കുഞ്ഞു 2 ചീറ്റിൽ ചീറ്റിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി. മകനെ ഒറ്റ വിളി. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ബലൂണിൻ്റെ കാറ്റ് പോകുന്ന പോലെ എൻ്റെ ശക്തി മുഴുവനും പോയി. ഒറ്റ പറച്ചില്ല, അമ്മാവനെ നമ്പി, കാരണവരെ നമ്പി. 2 ശരിയാ. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഓവർസിയർ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസിൽ, മറ്റേത് എൻ്റെ അമ്മാച്ചൻ ജോർജ്, ഇവരെ 2 പേരെയും നമ്പി. അത് നമ്പി എന്നും പറഞ്ഞിട്ട് ഒറ്റ പ്രവചനം. ഈ ലീലാമ്മയുടെ അമ്മയും ലീലാമ്മയൊക്കെ, ലീലാമ്മയും ഇപ്പോൾ അമേരിക്കയല്ല, ലീലാമ്മ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ട്. അത് നമ്പി നീ. അപ്പം തലേ ദിവസം ഈ ലീലാമ്മ എന്നോട് പറഞ്ഞു, എടാ ബാബു, നീ ജോർജാനെ അമ്മാമയും വിഷമിപ്പിക്കുക, നീ അങ്ങ് സുവിശേഷ വിലയ്ക്ക് പോകും. അപ്പം ഞാൻ പറഞ്ഞു, മേശമേലിടുന്ന പിച്ചക്കാശ് എനിക്ക് വേണ്ട. ഞാൻ ലീലാമ്മയോടല്ലാതെ ഭൂമിയിൽ ആരോടും ഞാനിത് പറഞ്ഞിട്ടില്ല. ലീലാമ്മ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിപ്പുണ്ട്. എൻ്റെ മേശമേൽ വീഴുന്നു പണം നീ തുച്ഛീകരിച്ചുവോ എന്ന് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ കണ്ണ് തുറന്ന് വളരെ ഗൗരവത്തോടെ, ലീലാമ്മ ശക്തിയില്ല എന്നാലും കണ്ടുകൊണ്ട് ലീലാമ്മയുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഈ ലീലാമ്മ 2 കരവും മലർത്തി എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ തന്നെ എനിക്കിതായി. കുറേ കൂടെ ഈ പ്രവചനദൂതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എൻ്റെ ശക്തിയെല്ലാം പോയി. അന്നേരം കുഞ്ഞുഞ്ഞു പ്രവാചകൻ എഴുന്നേറ്റ് കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. ആ പരുവത്തിൽ എന്നെ ആക്കി. അതാണ്, ആ നിമിഷമാണ് എൻ്റെ മാനസാന്തര അനുഭവം. അതേ തുടർന്ന് അല്ല സാർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ചെറുപ്പത്തില് വിക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അതാ പറയാം. ആ വിക്കൊക്കെ കൂടെയാണ് ഞാൻ ഇതിന് പോകുന്നില്ലെന്ന് വെച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് എനിക്ക് വിക്കുണ്ടെന്ന് ചിലപ്പം ചിലരറിയും. പക്ഷേ ദൈവം എന്നെ വിളിച്ച നാൾ മുതൽ എൻ്റെ അസ്വസ്ഥതയ്ക്കൊക്കെ മാറ്റം വന്നുകൊണ്ടിരുന്നു. ഭയങ്കര അത്ഭുതമാത് കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ ഉള്ള വലിയ ദൈവപ്രവൃത്തി. വിക്ക് ഒരിക്കൽ വീട്ടിൽ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ തന്നെ സുവിശേഷ വേല എന്നെ വന്നപ്പോഴും വിക്ക് നിമിത്തം എന്നെ പാഴിപ്പിച്ചപ്പം കളിയാക്കിയവരും, ഞാൻ ബൈബിൾ കോളേജിൽ തന്നെ കളിയാക്കിയവരെ അടിക്കാൻ ഓടിച്ചതും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം
ആ നിലയിൽ ഒരു വിക്കനായിരുന്ന എന്നെ ദൈവം മാറ്റി. ഇത് കഴിഞ്ഞ വേല ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോൾ, അപ്പോൾ സാറ് പഠിച്ചത് എവിടെയാണ്? അതായത് ഈ സെക്യൂട്ടറായിട്ടെല്ലാം പഠിച്ചത് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി പഠിച്ച് പിന്നീട് ബൈബിൾ കോളേജിലാണ് പോയി പഠിച്ചത്. അതായത് ഈ ബഥേൽ ബൈബിൾ കോളേജിൽ പോയി പഠനം ആരംഭിച്ചു. അവിടെ പഠനം ആരംഭിച്ച് കഴിഞ്ഞപ്പോഴാണ്, അവിടെ വച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഈ പെന്തിക്കോസ്ത് ശരിയാണോ എന്നൊരു ചിന്ത വന്നത്. അവിടെ ചെന്നപ്പം അവിടെ ഭയങ്കര പ്രശ്നം. ആദ്യത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയത് പുനലൂർ. അല്ല, ഇത് ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ? ഏത്? അല്ല, ഇപ്പൊ ഈ സംഭവം ഉണ്ടായത് ഇത് ബൈബിൾ കോളേജിൽ ചിന്ത വന്ന പെന്തക്കോസ്ത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത വന്നത് ബൈബിൾ കോളേജിൽ പോയതിനു ശേഷം. അല്ല, ബൈബിൾ കോളേജിൽ എവിടെയാ പഠിച്ചതൊക്കെ? ബഥേൽ ബൈബിൾ കോളേജിൽ. അപ്പോൾ അതിനുശേഷം പിന്നീട് പാസ്റ്ററായിട്ട് നിയമിതനാവുകയാണോ ചെയ്തത്? ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞമ്മൻ സാർ, അന്നത്തെ അവിടുത്തെ സൂപ്രണ്ട്, എന്നെ സഭായോഗത്തിന് വിടുമായിരുന്നു. ഇതിനിടയിൽ ഈ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ലയോ, ഈ കുഞ്ഞു പ്രവാചകം വന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ആവേശമായി. സുവിശേഷം അപ്പം ഞാൻ കിട്ടാവുന്ന സുവിശേഷ പ്രതികളെല്ലാം വെച്ചോണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഇടയ്ക്കാട്ടിലുള്ള അവിടെ ജാതി മതവ്യത്യാസമെന്നെ കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു 100 ക്രൈസ്തവ കുടുംബങ്ങളുമൊക്കെ ഉള്ള ഒരു ഏരിയ. അവരെല്ലാവരും വളരെ മതപരമായി വളരെ സൗഹാർദ്ദപരമായി പോകുന്ന ആൾക്കാരും. ചക്കോള്ളി ഭാഗത്ത് കുറേ മുസ്ലിം കുടുംബങ്ങൾ, അവരും സ്നേഹമായിട്ട് പോകുന്നു. ഹൈന്ദവ കുടുംബങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങൾ, എല്ലാവരും സൗഹാർദ്ദപരമായും സ്നേഹമായിട്ടും ഒക്കെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ഇടയ്ക്കാട്. അപ്പോൾ അവിടെ ഒരു സുവിശേഷ പ്രവർത്തനം, ഐക്യ സുവിശേഷ പ്രവർത്തനം, എല്ലാവരും ഒന്നാണ്, ഐക്യമായി നടത്തണമെന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദറിലെ ഒരു സുവിശേഷകൻ അന്ന് ഹിന്ദു മാർക്കറ്റിൽ നിന്ന് മുമ്പോട്ട് വന്നു. അപ്പോൾ തന്നെ ഐക്യത വേണമല്ലോ, ഒരു ഐക്യ ശുശ്രൂഷ ആരംഭിക്കണം. അന്ന് എങ്ങനെയുണ്ട്, എനിക്കൊരു 10-16 വയസ്സേ ഉള്ളൂ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവൻ ഞാൻ അവിടെ ഈ കാനമച്ചനെയും ഇവരെ വിളിച്ച്, എൻ്റെ മൂത്ത അമ്മാച്ചൻ ജോർജ് മുതലാളി, പുള്ളിയുടെ വീട്ടിൽ എൻ്റെ അമ്മാവി ഒരു വലിയ ആത്മീയ താല്പര്യമുള്ള സ്ത്രീയായിരുന്നു. അവർ അന്നത്തെ അവിടുത്തെ ബ്രദറിലെ സുവിശേഷകനെ സപ്പോർട്ട് ചെയ്യുകയും ബ്രദറൻ ഫാമിലിയോട് വളരെ അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ അമ്മാവി വളരെ ഇതാണ്. അപ്പം ഞാനെന്ത് അന്നത്തെ കാലത്ത് സ്റ്റേജ് കെട്ടാനോ ഒന്നുമില്ലാത്ത അമ്മാവിയുടെ 2 അമ്മാവിമാരുടെയും കച്ചമുറിയും അവരുടെ പഴയ സാരിയൊക്കെ എടുത്ത് ചുറ്റും സ്റ്റേജും ഒക്കെ കെട്ടി ഈ 2 ദൈവഭക്തന്മാരെ വിളിച്ചു. അവരെ 2 പേരെ എൻ്റെ മൂത്തമ്മാച്ചൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. സുവിശേഷ അന്ന് ഒരു ഐക്യ കൺവെൻഷൻ നടത്തി. ഇന്ന് ഇടയ്ക്കാട് കുടുംബയോഗവും ഇടയ്ക്കാട് ഐക്യ കൺവെൻഷനും ഉണ്ട്. എന്നാൽ അത് ഏറ്റവും ആദ്യം ആരംഭിച്ചത് ഞാനാണ്. പിന്നീട് അവിടെ ശാലയും അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സഭ എൻ്റെ പിതാവ് ഇടയ്ക്കാട്ടിൽ ആരംഭിക്കാനിടയായി. ഇന്ന് ഞങ്ങളുടെ ഇടയ്ക്കാട്ടിൽ നിന്നും അനേകർ കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകുന്നു. അപ്പം ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ പഠനത്തിന് ചെന്നപ്പോഴാണ് ഇത് പെന്തിക്കോസ്ത് ശരിയല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നത്. അത് വന്നത് എന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടുവന്ന് ആക്കി വെച്ച് പിറ്റേന്ന് സഭായോഗത്തിന് പോകേണ്ടത് പുനലൂർ സഭയിലാണ്. അന്ന് പാസ്റ്റർ ഈ മാമച്ചൻ അസംബ്ലീസ് കോഡിൻ്റെ അന്നത്തെ കേരളത്തിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പിതാവും അദ്ദേഹവും സ്നേഹിതരാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സഭയിലാണ് അന്ന് ആരാധനയ്ക്ക് പോകുന്നത്. ഇപ്പം ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്. അന്ന് സഭയിൽ വലിയ പ്രശ്നം നടക്കുക. അയ്യോ, പെന്തിക്കോസിലും രാഷ്ട്രീയത്തിൽ പോലും കാണാത്ത ചില കാര്യങ്ങൾ അവിടെ നടന്നു. അപ്പം പാസ്റ്റർ ഈ മാമച്ചനെ എതിരായിട്ട് അവിടെ ചില വ്യക്തികൾ എഴുന്നേറ്റ്, ഞാൻ ആരുടെയും പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാൻ കുഴപ്പമില്ല. അല്ല, അവരുടെ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് വിഷമം ഉണ്ടാക്കണ്ടല്ലോ, വിത്ത് വിതച്ചതല്ലേ. അപ്പം ഈ
ഭിന്നിപ്പിൻ്റെ വിത്ത്. അപ്പോൾ അത് ഭിന്നിപ്പായി, അത് പിന്നെ ബൈബിൾ കോളേജിൽ ഭിന്നിപ്പായി, രണ്ട് ഗ്രൂപ്പായി. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നു. ഗ്രൂപ്പിസും അവരുടെ പക്ഷവും ഇവരുടെ പക്ഷവും. അപ്പോൾ ആരുടെ പക്ഷമാണ് ചേരുന്നത്? എനിക്ക് ആരുടെയും പക്ഷമില്ല. എന്നാൽ പക്ഷമുണ്ട് എനിക്ക്. കുഞ്ഞമ്മൻ സാറിനെ പണ്ട് പറഞ്ഞ പോലെ അപ്പച്ചനെ പോലെ കാണുന്ന ആളാണ്. അപ്പോൾ കുഞ്ഞമ്മൻ സാറിനെ ചീത്ത പറയുമ്പം കുഞ്ഞമ്മൻ സാറിനെ ചീത്ത പറയുന്നതോട് ഞാനെതിരായി. അങ്ങനെ ഈ രക്ഷിക്കപ്പെട്ട എനിക്ക് ഒരു വഴക്കാളിയുടെ ഒരു രംഗം വീണ്ടും മനസ്സിലേക്ക് കയറും. കർത്തൃമേശ എടുക്കാൻ പ്രയാസം, എന്താ ചെയ്യണം, ആകപ്പാട്. പിന്നെ അതിനു വേണ്ടി പോയി ക്ഷമ ചോദിക്കുക, നിരക്കുക. ഇത് പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ വന്നു. എന്നാൽ ഇത് നമുക്ക് തുടച്ചു നീക്കണം. ഏജിന്ന് തുടച്ചു നിൽക്കണം. ഏജിന്ന് ഇത് തുടച്ചു നിൽക്കണമെങ്കിൽ നേതൃസ്ഥാനത്ത് വരണം. പിന്നെ നേതൃസ്ഥാനത്തിന് വരാനുള്ള ബദ്ധപ്പാടും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, എന്നെ അന്നത്തെ അറിവുകേട് കൊണ്ട് വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളിൻ്റെ ചുമതല വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ യൂത്തിൻ്റെ സെക്രട്ടറി ആയി മാറി. കേരളത്തിൻ്റെ അന്ന് മലബാറും ഇതെല്ലാം ഒന്ന് നടക്കുക. അന്ന് ഡാനിയൽ കുട്ടി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്ടറും ഞാൻ സെക്രട്ടറിയുമായി. അപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ CAയുടെ സെക്രട്ടറി ആയത് അപ്പോൾ അന്നും അവിടെ ഒരു പൊളിറ്റിക്സ് നടന്നു. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ VJ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ യുവജന സംഘടനയായ CAയുടെ മീറ്റിംഗ് നടത്തി. ഈ യുവജന മീറ്റിങ്ങിന് ഡയറക്ടറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തു. എന്നാൽ സെക്രട്ടറിയെ വേണ്ടുന്നത് തെരഞ്ഞെടുപ്പിലൂടെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുത്തപ്പോൾ എൻ്റെ പേരാണ് വന്നത്. അപ്പം എൻ്റെ പേര് വന്നപ്പോൾ അന്നത്തെ സൂപ്രണ്ടിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ആരുടെയും ഹർട്ട് ചെയ്യാൻ വയ്യ. അന്നത്തെ സൂപ്രണ്ടിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് ചരിത്രമായിരുന്നു, എനിക്കറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇതെന്തുവാ, ഇവിടെയാണോ ദൈവസ്നേഹം, ഇവിടെയാണോ ഇത്? അതുപോലുള്ള ഒത്തിരി അനുഭവം കൊണ്ട് ഇവർ തമ്മിൽ കണ്ടുകൂടാ. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. എൻ്റെ ദൈവമേ, ഇതെന്താ ഇത്? പിന്നെയും ഏതായാലും ആ വർഷങ്ങളിലൊക്കെ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ കറുത്ത ദിനങ്ങളെന്ന് പറയത്തക്കോണക്ക് ബഥേൽ ബൈബിൾ കോളേജിൻ്റെ കറുത്ത ദിനമാണ്. ഒരു വർഷം ഹിസ്റ്ററി ഓഫ് ദി ബഥേൽ ബൈബിൾ കോളേജ്, ഒരു വർഷം ഗ്രാജുവേഷൻ നടന്നില്ല. അത് ഞങ്ങൾ പഠിച്ച വർഷം. അതായത് ഒരു വർഷം ഗ്രാജുവേഷൻ നടന്നില്ല, ഈ ഭിന്നിപ്പ് കാരണം. അത് ഇതെന്നെ വല്ലാതെ ഹൃദയത്തിൽ എന്ത് ചെയ്തു, ചിന്തിപ്പിക്കുക മാത്രമല്ല വേദനിപ്പിച്ചു. കാരണം ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരില്ല, എല്ലാവരും ആപ്പ് വെക്കുന്നവരും. ഞാനങ്ങ് പച്ച ഭാഷയിൽ അങ്ങ് പറഞ്ഞതാണ്, സ്നേഹിക്കാൻ കഴിയുന്നവരാരുമില്ല. സ്നേഹിച്ചവരല്ല ഇതുപോലെ ചെയ്യുക. ഞാൻ വളരെ എൻ്റെ സ്വന്തം പിതാവിനെ പോലെ സ്നേഹിച്ച് അന്നത്തെ സൂപ്രണ്ട് സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അതിന് എൻ്റെ മേലൊരു ലോഡ് വെച്ച് തന്നു. ഇതിൻ്റെ ചെലവ് മുഴുവനും നീ വഹിക്കണം, പൈസ ഒന്നും തരികയില്ല. ഞാനങ്ങ് വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ടതിൽ. ഞാൻ അന്ന് അങ്കമാലി പാസ്റ്ററായിട്ടിരിക്കുക, കല്യാണം കഴിച്ചിട്ടില്ല, ഓർത്തോണം. അല്ല, അന്ന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി. അപ്പോൾ അതിന് മുമ്പാണ് ഞാൻ ഈ സെക്രട്ടറി ആകുന്നത്. സെക്രട്ടറി ആയിട്ട് അതിൻ്റെ ഫൈനൽ ഇയർ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു ക്യാമ്പ് നടത്തണമല്ലോ കേരള സംസ്ഥാനത്തിൽ. ക്യാമ്പ് നടത്താൻ എവിടെയാണ്? അപ്പോൾ അന്നത്തെ സൂപ്രണ്ടിനോട് ഞാൻ അങ്ങനെ ചോദിച്ചു. പുള്ളി തന്നെ ഇതെല്ലാം തീരുമാനിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നമുക്ക് അടുത്ത കമ്മിറ്റി വിളിക്കുമ്പോൾ നമുക്ക് തേക്കടിയിൽ വെച്ച് ഇത് നടത്താം. അന്ന് ഒരാളെ സിലോണിൽ, ഒരു സിലോണിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടായിരുന്ന കോട്ടൺ വിക്രമനെ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെയും മഹാരാഷ്ട്രയെ ശുശ്രൂഷിക്കുന്ന ഒരു നാനാദാർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ട്. അവർ രണ്ടുപേരെ അതിഥി പ്രസംഗകരായി വിളിച്ചു. അപ്പോൾ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി അന്നൊരു വലിയ തുക ഞാൻ പലരുടെ വീട്ടിൽ പോയി യാചിച്ചും പിരിച്ചും ഒരു വലിയ തുക അങ്കമാലി പാസ്റ്ററായിരിക്കുമ്പോൾ ഞാൻ കൊടുത്തു. തേക്കടിയിൽ വെച്ച്, തേക്കടിയിൽ ഹോളിഡേ ഹോം
അപ്പോൾ ഇത് കേൾക്കുന്ന പലരും അറിയാം. അന്ന് പല സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ ക്രൈസ്തവ ചിന്തയുടെ ചീഫ് എഡിറ്ററായിരിക്കുന്ന റസല് അന്ന് AGയിൽ സജീവമായിട്ട് നിൽക്കുകയും എനിക്ക് ഈ റസലിൻ്റെ കൂടെ വേറെ ചില സഹോദരന്മാരുണ്ട്. അവരൊക്കെ അന്ന് എനിക്ക് കുറേ സഹായമായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് റസലുമായിട്ടൊരു ബന്ധമുണ്ടായത്. അപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് മൂത്ത മകൻ ജനിക്കുന്ന സമയമാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. തേക്കടിയിൽ തേക്കടിയിലെ ഹോളിഡേ ഹോം നടക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ലോഡ്ജ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോൻ ജനിച്ചതായിട്ട് അറിയുന്നത്. ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പണവും എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെന്തിക്കോസ്റ്റിലോട്ട് വന്നപ്പോൾ പെന്തിക്കോസ്റ്റിൽ എനിക്ക് പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ പാസ്റ്റർ പി.ഡി. തോമസിനെ എന്നെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ. പിന്നെ പാസ്റ്റർ കുഞ്ഞുമൻ, അദ്ദേഹം അപ്പച്ചൻ. രാഷ്ട്രീയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ രാഷ്ട്രീയം എൻ്റെ അകത്ത് വന്നു. പിന്നെ അങ്ങോട്ട് മാറി ഒരാളോട് ഇപ്പം ഷാജു പാസ്റ്ററോട് ഞാൻ സംസാരിച്ചെന്നിരിക്കട്ടെ, അത് കാണുന്ന ഒരാൾ പറയും ബാബു ജോർജും ഷാജു പാസ്റ്ററും ഒത്തു. പി.ഡി. ജോൺസിൻ്റെ വീട്ടിൽ പോയാൽ പി.ഡി. ജോൺസിനുമായിട്ട് ഞാൻ ഒത്തു. ഈ കുഞ്ഞമ്മൻ സാറിൻ്റെ വീട്ടിൽ പോയാൽ കുഞ്ഞമ്മൻ സാറുമായിട്ട് ഞാൻ ഒത്തു. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയം ഇന്നും അസംബ്ലീസ് ഓഫ് ഗോഡിനെ നശിപ്പിച്ച ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയം. അപ്പം ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് സഹിക്കവയ്യാതെ പെന്തിക്കോസ് മാറി ചിന്തിക്കണം. പെന്തിക്കോസ് അനുഭവം നല്ലതാണ്. ഞാൻ പെന്തിക്കോസ് അനുഭവത്തിലാണ് നിൽക്കുന്നത്. പെന്തിക്കോസ് അനുഭവത്തിൽ ഇതൊന്നുമില്ല. അതിനിപ്പം ആൾക്കാർ ചിലർ പറയും പൗലോസിന്റെ പക്ഷം, ആ പക്ഷം ഈ പക്ഷം അവിടെ പിശാചാ വന്നത്. ആ പക്ഷം ഈ പക്ഷം ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞ് ഈ രാഷ്ട്രീയം കളിക്കുന്ന ഉപദേശിമാർക്ക് ഈ പ്രസംഗിക്കുന്ന പ്രസംഗകരും പറഞ്ഞു കൊടുക്കും. അതുണ്ട് ആ പക്ഷം ഉണ്ടായതിന്റെ പേര് ഇത് വിഷയമല്ല, അന്നേ ഉണ്ടെന്ന്. എടാ അന്നേ ഉണ്ട്. എന്നാ ആദാമിന്റെ ഒക്കെ കാലത്തല്ലയോ പാവമുള്ളത്. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ വളരെ ഇതായിട്ട് അന്ന് ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് പഠിപ്പിച്ചൊരു കാര്യം, ആരോടും പിണങ്ങരുത്. എന്തെങ്കിലും ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. യാഗം കഴിക്കാൻ പോകുന്നതിന് മുമ്പ്, യാഗപീഠത്തിൽ വെക്കുന്നതിന് മുമ്പ് യാഗവസ്തു അവിടെ വെച്ചേച്ച് പോകണം എന്ന ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അപ്പൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഇതെൻ്റെ അകത്ത് കയറി. ഇത് ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറ്റബോധത്തോടു കൂടിയാണ് നടപ്പല്ല. അങ്ങനെ വന്നു. ഞാൻ AGയുടെ യൂത്തിൻ്റെ ചുമതല വന്നു. പിന്നെ ഞാൻ ഒരു സദനേഷ്യ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അതൊരു ചരിത്രമാണ്. അത് പറയണമെങ്കിൽ ബാംഗ്ലൂർ SABC സദനേഷ്യ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. ഇന്ന് പാസ്റ്റർ MA വർഗീസ് ശുശ്രൂഷിക്കുന്ന സഭ എന്നെ ശുശ്രൂഷകനായി ആവശ്യപ്പെട്ടു. അങ്ങനെ എന്നെ ശുശ്രൂഷകനായിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്തപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നാട്ടിൽ പോകണം. എന്നാൽ അന്നത്തെ സൂപ്രണ്ടായിരുന്ന TC ജോർജ് പറഞ്ഞു, ഇല്ല ബാബു, നീ ഇവിടെ വർക്ക് ചെയ്യുക. അദ്ദേഹം എന്നെ ഒരു സ്വന്തം മോനെ പോലെ സ്നേഹിച്ചതിൻ്റെ പേര് എനിക്ക് അദ്ദേഹത്തെ എൻ്റെ പിതാവിനെ പോലെ സ്നേഹവും SABCയിൽ ഉണ്ടായിരുന്നവരെല്ലാം അതുപോലെ. SABCയിൽ എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരെയുള്ള അവിടെ. എന്നാൽ ഇങ്ങനെയുള്ള ജാതിപരമായ പോരില്ല. ഇല്ല. അതുപോലെ മത്സരബുദ്ധി ഇല്ല. അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ട്. അതായത് നോർത്ത് ഇന്ത്യക്കാരും തമിഴരും മറ്റവരും മലയാളി എന്നൊക്കെ ഉള്ളവർ ഉള്ളൂ, അല്ലാതെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ അവിടെ SABC ചെന്നപ്പോൾ അവരെനിക്ക് ഭയങ്കര SABC എനിക്ക് മറക്കാനാകാത്തതാണ്. ഡോക്ടർ AC ജോർജ്, ഡോക്ടർ TC ജോർജ്, ഡോക്ടർ PA ഫിലിപ്പ്, അങ്ങനെ അവരൊക്കെ എന്നെ മകനെ പോലെ വളരെ കാര്യമായി തന്നെ സ്നേഹിച്ചു. അപ്പം എനിക്ക് ബഥേലിൽ കിട്ടിയതിനേക്കാൾ ദൈവിക അനുഭവങ്ങളും കാര്യങ്ങളും കൂടുതൽ കിട്ടിയത്
SABC. എന്നാൽ ബഥേൽക്കാരും മോശമല്ല, അവിടെ രാഷ്ട്രീയം കയറിയെന്നേ ഉള്ളൂ. രാഷ്ട്രീയം കയറി 2 ഗ്രൂപ്പായി. ബഥേൽ എന്ന് പറഞ്ഞ സ്ഥാപനം എവിടെയാ? ബഥേൽ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ പുനലൂര. അപ്പോൾ ആ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിലും ബാംഗ്ലൂരുള്ള സദേൺ ഏഷ്യ ബൈബിൾ കോളേജിലും, സദേൺ ഏഷ്യ ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ അങ്കമാലി നിന്നാണ് നേരെ. അതും ഒരു ചരിത്രമാണ്, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്, അനുഭവം. ബഥേൽ ബൈബിൾ കോളേജിനായി 2 ഗ്രൂപ്പായി. അപ്പോഴേ ഈ ഗ്രൂപ്പിസം വന്നു. പിന്നെ ഈ സംഭവം ഉണ്ടായി. നമ്മുടെ ഈ യൂത്തിൻ്റെ ഡയറക്ടറായിട്ട് തന്നെ. അപ്പം തന്നെ ഓർത്തോണം, എന്നെ യൂത്തിൻ്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുക. അപ്പം പപ്പായിക്കുള്ള സ്വാധീനവും എനിക്ക് സുവിശേഷ വേലയ്ക്കുള്ള തീക്ഷ്ണതയും കൊണ്ട് ദൈവം എന്നെ ആക്കിയതാണ് ഈ സ്ഥലത്ത്. അപ്പം ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അങ്ങനെ സൺഡേ സ്കൂളിൻ്റെ CA എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് അംബാസഡേഴ്സ്, CAയുടെ യുവജന സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് വരിക. അതുകൊണ്ടാണ് സൂപ്രണ്ടിനൊരു വിഷമമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചെന്ന നിമിഷം മുതൽ ഇതല്ലയോ കാണുന്നത്. ഇതെങ്ങാണ്ട് 1974 75 ആ സമയത്താണ്. കൃത്യമായിട്ട് ഞാൻ ഇയർ ഓർക്കുന്നില്ല. ഏതായാലും എന്ത് ചെയ്തു, ഈ പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് വലിയൊരു വേദനയായിരുന്നു. എന്നെ സൂപ്രണ്ട് എന്ന് ഞാൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ആ സൂപ്രണ്ട് ഒരു കാര്യം കൂടെ ചെയ്തു. അന്നത്തെ കേരള സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, യൂത്തിൻ്റെ CAയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, നിന്നെ തിരഞ്ഞെടുത്തത് ഈ മീറ്റിങ്ങിന് വേണ്ടിയാണ്. അതെ, അല്ല CAയുടെ സെക്രട്ടറി ആയിട്ടല്ല, അല്ല, ഈ മീറ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. ഈ മീറ്റിങ്ങിന് വേണ്ടി. എനിക്ക് ഭയങ്കര. അതേസമയം സെക്രട്ടറി പറഞ്ഞ എന്തുവാ, CAയുടെ സെക്രട്ടറി ആയിട്ട് ഒരുത്തനെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ സെക്ഷനിലുള്ള കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ പഴയ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ വെച്ചാണ് എന്നെ അതിനുവേണ്ടി സെക്രട്ടറിയുടെ അധ്യക്ഷ, അന്ന് സെക്രട്ടറി പാസ്റ്റർ VJ മാത്യു എന്ന് പറഞ്ഞൊരു ദേവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് ഞാൻ അത് ഓർക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഇതായി കഴിഞ്ഞ് പിന്നെ ഞാൻ സഭാ ശുശ്രൂഷ വന്നു. സഭാ ശുശ്രൂഷയുടെ ബന്ധത്തിലും ഒത്തിരി കാര്യങ്ങൾ. ഏത് സ്ഥലത്താണ് ആരംഭിച്ചത്? ആദ്യം ആരംഭിച്ചത് എന്നെ സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടത് പുന്നലെ എന്ന അസംബ്ലി സ്കൂളിൻ്റെ ഒരു പഴയ സഭയാണ്. അത് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ കൊരമ്പാല, ഇന്ന് പന്തളം കൊരമ്പാലയിൽ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ TV തങ്കച്ചനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സഭയുടെ ചാർജ് വന്നു, കൊരമ്പാല വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്കമാലി പോയി. അങ്കമാലി ചെന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയപ്പോഴും അന്നത്തെ സൂപ്രണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തി. പഠിത്തമൊക്കെ ഇത്രയും മതി, കൂടുതൽ പഠിക്കണ്ട. ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. പുള്ളി വിദ്യാഭ്യാസം കുറവുള്ള ആളാണ്. എന്തോ വിദ്യാഭ്യാസം എനിക്കറിയില്ല. ഇല്ല, അത് ഈ പറയുന്നവർക്കൊക്കെ അറിയാം ആരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എൻ്റെ നാവ് കൊണ്ട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം മരിച്ചുപോയ വിശുദ്ധന്മാരെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് മച്ചുരിറ്റി ഉണ്ടാകാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എൻ്റെ വിശ്വാസം. അല്ല, മരിച്ചുപോയ വിശുദ്ധന്മാരും ഉണ്ട്, അശുദ്ധന്മാരും ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്നില്ല.
അത് ഞാൻ വിരിക്കാനാണല്ലോ. അല്ല, നമ്മളിപ്പോ വിശുദ്ധന്മാരാന്ന് പറയുന്ന പലരും വിശുദ്ധന്മാരല്ല എന്നും കൂടെ. അല്ല, ഞാൻ വളരെ സ്നേഹിച്ചവർ ഇന്ന് ഇത്രയും പ്രായമൊക്കെ ആയപ്പോഴെൻ്റെ ചിന്താഗതി, അന്ന് എന്നെ ഉപദ്രവിച്ചവരൊക്കെ എൻ്റെ മച്ചുരിറ്റിക്ക് വേണ്ടി, എന്നെ പക്വതയിലേക്ക് നടത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തികളെന്നേ ഞാനതിനെ കാണുന്നു. എൻ്റെ പക്വത അതാണ് ഇപ്പം ഉള്ളത്. കാരണം അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അന്നത്തെ കാലത്ത് ആ ദേഷ്യത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചും ചെയ്തിട്ടുണ്ട്. ഞാനും മോശക്കാരനൊന്നുമല്ല. ചെയ്യുന്നതിൻ്റെ ബാക്കി എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കും. അപ്പം ഗുണ്ടായെന്നും ആത്മീയത്തിലൊരു ഗുണ്ടായെന്നും എനിക്ക് അന്ന് പേര് വന്നായിരുന്നു. പക്ഷെ എനിക്ക് ആ പേരിനോടൊന്നും താല്പര്യമില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ള് എങ്ങനെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളത് മറ്റൊരു കാര്യമില്ലായിരുന്നു. അപ്പം ആരംഭകാല സുവിശേഷ പ്രവർത്തനങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സഭയിലാണെന്ന്. പിന്നീട് ഈ നേതൃത്വ നിരയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ നേതൃത്വ നിരയിലേക്ക് വന്ന ചരിത്രം പറഞ്ഞു. ഞാൻ അറിയാതെ തന്നെയാണ്. അപ്പം ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എറണാകുളം സെക്ഷൻ്റെ CA പ്രസിഡന്റാണ്. അപ്പോൾ CA പ്രസിഡന്റന്മാരും അതിൻ്റെ കമ്മിറ്റിക്കാരും എല്ലാം കൂടെ ചേർന്ന് അന്നത്തെ കാലത്ത് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സൂപ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അതിനകത്തുനിന്നാണ് എന്നെ തിരഞ്ഞെടുത്ത് സെക്രട്ടറി ആക്കിയത്. അപ്പോൾ ആ ആക്കിയെടുത്താണ് എനിക്ക് ആദ്യത്തെ അനുഭവം ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായത്. പിന്നെ ഈ ബൈബിൾ കോളേജ് ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരുമാണ്. ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ എൻ്റെ പിതാവ് പഠിച്ച കാലത്ത് പഠിച്ചവരും സ്നേഹിതരും. അങ്ങനെ അവർ അന്നത്തെ കാലത്ത് സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹബന്ധമാണ്. വലിയ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് ബാബു എന്നാണ്, എൻ്റെ സഹോദരിയുടെ പേര് മേഴ്സി എന്നാണ്, ഇളയമ്മയുടെ പേര് ജെസ്സി എന്നാണ്. ജെസ്സിയും മേഴ്സിയും ബാബുവും എന്ന പേര് മറ്റ് ദൈവദാസന്മാരുടെ മക്കൾക്കും ഉണ്ടായിരുന്നു. അത്ര ബന്ധമായിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അച്ഛനിട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ മകൻ്റെ പേര് എൻ്റെ മകനും, അല്ലെങ്കിൽ അവരുടെ പേര് എൻ്റെ പിള്ളേർക്കും എന്ന് അങ്ങനെ ഇട്ട കാലം ആരും അന്നത്തെ പെന്തിക്കോസ്. അത് സ്വർഗലോകമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നതൊക്കെ, ഞാൻ ചെന്നത് സ്വർഗലോകത്തിലേക്കല്ല അധോലോകത്തിലേക്ക് ചെന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാനുള്ള കാര്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഈ ഗ്രൂപ്പിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാസ്റ്റർ അവിടെ ചെന്ന് പ്രവേശിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറയാനൊക്കത്തില്ല. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, എൻ്റെ പിതാവിൻ്റെ രക്ഷയുടെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. പിതാവ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ കൺവെൻഷൻ ആരംഭിച്ചു. ഏതാ? നമ്മുടെ കുമ്പനാട് കൺവെൻഷൻ. എൻ്റെ പിതാവിനൊരു പതിവുണ്ടായിരുന്നു. പുള്ളിക്ക് ആരോഗ്യമുള്ള സമയം വരെയും കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പം അവിടെ പോയി സംബന്ധിക്കും. അവിടെ പപ്പായ്ക്ക് സ്നേഹിതരുമായ ആൾക്കാരുണ്ട്, അവരുടെ വീട്ടിൽ പാർത്തുണ്ട്. പപ്പ അവിടെ പോകും. അപ്പോൾ എൻ്റെയും ചിന്താഗതി പെന്തിക്കോസ് ഒന്നാണ്. അന്ന് IPC ആണോ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണോ ഒന്നും അറിയത്തില്ല. എൻ്റെ വല്യപ്പൻ തുവയൂര് പെന്തിക്കോസിൽ പോയി. അപ്പോൾ ആ പെന്തിക്കോസിൽ കുക്ക് സാഹിബിൻ്റെ കാലത്ത് തന്നെ ഞങ്ങളുടെ ഇടയ്ക്കാട്ടിൽ ഇച്ചിരി വസ്തു വാങ്ങിച്ചു. അത് പെന്തിക്കോസിൽ കുക്ക് സാഹിബിൻ്റെ പേരിലായി ഇന്ന് വന്ന് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ അത് മാറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് അവിടെ ഉണ്ടായ ആദ്യത്തെ സഭ ബ്രദറൻ സഭയാണ്. ആ ബ്രദറൻ സഭ കുക്ക് സാഹിബ് വാങ്ങിച്ച വസ്തുവിലാണ് ബ്രദറുകാർ ഇന്ന് ആരാധിക്കുന്നത്. ആ ബ്രദർ, അപ്പോൾ എൻ്റെ വല്യപ്പച്ചനും സഹോദരങ്ങളും ഇനിഷ്യേറ്റീവ് എടുത്ത് വാങ്ങിച്ച സ്ഥലമായത്. അപ്പം ആ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ളത്, ഈ പെന്തിക്കോസുമായിട്ടുള്ള ബന്ധം. അപ്പം പെന്തിക്കോസിൻ്റെ ഒന്നാം തലമുറക്കാരാണ് ഞങ്ങൾ. അപ്പം ആ ഒന്നാം തലമുറ, രണ്ടാം തലമുറ, മൂന്നാം തലമുറ ഇങ്ങനെ ആയി, തലമുറയായി ഇതിനകത്ത് വന്നു. ഈ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം വന്നപ്പോൾ ഇതെന്ത് പറ്റി എന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ രജിസ്ട്രേഷനിൽ വന്ന ഭാഗം പിഴവാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ സംഘടന ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ചെയ്യും. ട്രസ്റ്റും സൊസൈറ്റിയും ഉള്ളൂ എല്ലാം. പിന്നീട് ഇപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്ന കമ്പനിയുടെ ആക്ടും പ്രകാരം ചെയ്യാം. കമ്പനി ആക്ടും അങ്ങനെയും ചെയ്യാം. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ സഭ കാനോനികം എന്ന് പറഞ്ഞാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ പോകണം.
ഇപ്പം വേദപുസ്തക അടിസ്ഥാനത്തിലാണ് എപ്പിസ്കോപ്പൽ സഭയ്ക്ക്, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അല്ല ഞാൻ പറഞ്ഞത് എപ്പിസ്കോപ്പൽ സഭയ്ക്ക് രൂപാന്തരം അല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ പാസ്റ്ററുടെ ആ ആരംഭകാല പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 സ്ഥലത്ത് പ്രവർത്തിച്ചു, സിയയുടെ പ്രസിഡന്റും ആയി, അവിടം വരെ എത്തിയിരിക്കുക. ആ സമയത്താണ് ഈ ഗ്രൂപ്പിസവും പരസ്പരമുള്ള പിണക്കവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് പാസ്റ്റർ ഈ AGയുടെ ഔദ്യോഗിക രംഗങ്ങളിലേക്ക് വന്നില്ലേ, കുറച്ചുകൂടെ ഉയർന്ന തലങ്ങളിലേക്ക് പോയില്ലേ? ആ വിഷയത്തെ കുറിച്ച് പറയാമോ? അതെ, അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ പോയി SABC പോയി പഠിച്ചു. SABC പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോൾ പാസ്റ്റർ PD ജോൺസൺ, അദ്ദേഹം സൂപ്രണ്ടായിട്ടിരിക്കുമ്പം ആണ് ഞാൻ പുതിയ വേലസ്ഥലം ഏതെങ്കിലും എടുക്ക് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ പുതിയ വേലസ്ഥലം എടുക്കുന്നത്, ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, നീ എന്നോട് കൂടി നമ്മുടെ താൻ താമസിക്കുന്നതിൻ്റെ താഴെ അന്നിക്കാനുള്ള റൂമുകളും സൗകര്യങ്ങളും ഉണ്ട്, അവിടെ താമസിച്ച് വേല ചെയ്യാം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്താ ചെയ്യേണ്ടത്. അന്ന് എൻ്റെ പിതാവ് പാസ്റ്റർ AK ജോർജ് മുഖത്തല കൊല്ലത്ത് മുഖത്തല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ശുശ്രൂഷകന്. കാരണം കൊല്ലം ഏരിയയായിട്ട് പപ്പായ്ക്ക് വലിയ ബന്ധമായി പാസ്റ്റർ PD തോമസ് മഹാന്തൻ. അപ്പം ആ കൊല്ലം മുഖത്തല സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഹൃദയത്തിൽ വന്നു. അപ്പം SABC പഠിക്കുന്ന കാലത്ത് SABCയിലെ അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ് സൂപ്രണ്ടനോട് പറഞ്ഞത്, ഇന്ന് MA വർഗീസ് ശുശ്രൂഷിക്കുന്ന സഭയുടെ ശുശ്രൂഷകനായിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്നുകൊള്ളു. അപ്പം ഞാൻ അവിടെ പോകാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് ഹൃദയത്തിലൊരു പ്രേരണ ലഭിക്കുന്നില്ല. കാരണം ദൈവം അത് MA വർഗീസിന് വേണ്ടി കരുതിയതാണ്. ഞാൻ പോയി ഇത് ചെയ്യാതെ. അപ്പോൾ അദ്ദേഹം അന്ന് ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്താണ് പാസ്റ്റർ MA വർഗീസ്. അങ്ങനെ ഞാൻ കേരളത്തിൽ വന്ന ഒരു പുതിയ വേലസ്ഥലം എന്ന് പറഞ്ഞ റാന്നി തിരഞ്ഞെടുത്തു. അപ്പോൾ ആ തിരഞ്ഞെടുപ്പുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അമ്മ അപ്പനും പ്രാർത്ഥിക്കുന്നവരായതിൻ്റെ പേര് അവർ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോഴെനിക്ക് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുമായി. ഞാനും എൻ്റെ വൈഫും കൂടെ SABC പോയി പഠിച്ചു. എൻ്റെ വൈഫും SABC പഠിച്ചതാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ വരുമ്പം പപ്പ മോഹത്തല പാസ്റ്ററായിട്ടിരിക്കുന്നു, പാസ്റ്റർ PD ജോൺസൺ അന്നത്തെ സൂപ്രണ്ടായിട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെയുള്ള വേലസ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനം പുള്ളി ഞാൻ ഒന്നിനും അങ്ങോട്ട് അടുക്കുന്നില്ലെന്ന് കണ്ടാൽ പുള്ളി ദേഷ്യപ്പെട്ടു. പിന്നെ ഇനി എന്തോ ചെയ്യാൻ പോവാ എന്നും പറഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു റാന്നി പോകാവോന്ന് ചോദിച്ചു. റാന്നി പോകാമെന്ന് ചോദിച്ചപ്പോഴും എനിക്ക് അത്ര തൃപ്തിയായില്ല. കാരണം റാന്നി മലയോര പ്രദേശമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നിയില്ല. ഏതായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം എൻ്റെ അമ്മ പറഞ്ഞു, മോനെ ഈ പറഞ്ഞതിലൊക്കെ എനിക്കൊരു പ്രകാശം ലഭിച്ചത് നീ റാന്നിക്ക് പോകാനാണ്. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയും, അമ്മ ഒരു പ്രാർത്ഥനക്കാരിയും പപ്പായും അങ്ങനെ ആ നിലയിലും നീ ജീവിക്കുന്നവരായതിൻ്റെ പേര് അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ചെയ്താലും കണ്ടാലും ഒക്കെ അത് അങ്ങനെ നടക്കുമെന്ന് എനിക്കൊരു ബോധ്യതയുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ പ്രകാശനത്തെങ്കിലാണ് റാന്നിക്ക് വരുന്നത്. റാന്നിക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു പ്രകാശം വേണമല്ലോ. ഇപ്പം ഞാനൊരു അടയാളം ചോദിച്ചപ്പോൾ ഇച്ചിരി വേദശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അടയാളം ചോദിക്കാനൊക്കെ പ്രയാസമാണ്. വേദശാസ്ത്രം പഠിച്ചാൽ പഴയ നിയമം, പുതിയ നിയമം, പഴയ നിയമം യഹൂദനുള്ളത് ഇങ്ങനെയൊക്കെ വരും, പുതിയ നിയമസഭ. ഏതായാലും അന്നത്തെ അറിവ് വെച്ച് ദൈവം എൻ്റെ പിതാവല്ലേ. അപ്പം ഞാൻ ക്ഷമിച്ച എന്നോട് കരുണ കാണിക്കണം, ഞാനൊരു അടയാളം വെക്കുക. എനിക്കൊരു 3 മാസത്തിനകം അങ്ങാണ് എന്നെ റാന്നിയിൽ അയച്ചതെങ്കിലും ഞാൻ റാന്നിയിൽ നിന്ന് വേറെ ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ റാന്നി വിട്ടുപോകാത്ത എന്താ, റാന്നിയിൽ എനിക്ക് വീടില്ല, ഒന്നുമില്ല. പിന്നെയും വാടക കെട്ടിടം തേടി ഇങ്ങനെ ഞാൻ നടക്കുക. ഇപ്പോഴും ഇപ്പം താമസിക്കുന്നിടത്തുനിന്ന് നാളെ മറ്റന്നാളോ ഞാൻ മാറണം. കാരണം ഇവരുടെ മക്കൾ അമേരിക്കയിൽ നിന്ന് അല്ല വിദേശത്ത് ഓസ്ട്രേലിയയിലും ഒക്കെ ആണ് അവർ വരിക. അപ്പം ഇവിടുന്ന് മാറണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ വാടകയ്ക്ക്
റാന്നി ദൈവം എന്നെ അയച്ചതിൻ്റെ കൺഫർമേഷനാണ് ഞാൻ റാന്നിയിൽ നിന്ന് പോവാത്തത്. അപ്പം അന്ന് ഞാൻ കർത്താവേ, റാന്നിയിലാണ് നിൻ്റെ വേല ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, എനിക്ക് പണം വേണ്ട, ധനവും വേണ്ട, മാനവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വേണ്ടുന്ന ആത്മാക്കളാണ്. അത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കൂടുതലൊന്നും വേണ്ട, പിന്നെന്തോ വേണ്ടുന്നേ? ആത്മാക്കൾ വേണം. എത്ര ആത്മാക്കൾ വേണം? ഞാനൊരു തീരുമാനമെടുത്തു, കടുത്ത തീരുമാനമെടുത്തത് 3 മാസത്തിനുള്ളിൽ 25 പേരെ സ്നാനപ്പെടുത്തണം. അതൊരു വലിയ കടുത്ത തീരുമാനമായിപ്പോയി. 3 മാസത്തിനുള്ളിൽ 25 പേര് സ്നാനപ്പെട്ടില്ലെങ്കിൽ ബാബു ജോർജ് പെട്ടിമടക്കി ഇവിടുന്ന് പോകും. ഇനി 25 പേരെ തന്നാൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇവിടെ നീക്കി തുടരും. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, 3 മാസത്തിനകം 25 പേരെ സ്നാനപ്പെടുത്തി. അതുകൊണ്ടാണ് റാന്നിയിൽ ഇപ്പോഴും വീട്ടു വാടകയ്ക്ക് വേണ്ടി പെങ്ങൾക്കൊരു വീടുണ്ട്, അത് പൂട്ടിയിട്ടേക്കുക. അവൾ പറഞ്ഞ അവിടെ ചെന്ന് താമസിക്കുക. എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോന് ജെയിംസ്, അവൻ്റെ ഭാര്യ ഡോക്ടർ അഭിലേഷ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പം അവനും 2 മക്കളെ എടുത്തു വളർത്തുക. അപ്പോൾ അവനും ഉണ്ട് 2 വീട്. അവൻ എന്നോട് പറഞ്ഞാൽ അവിടെ ചെന്ന് താമസിക്കാൻ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പം എനിക്ക് സാധനം കെട്ടിപ്പറക്കൊണ്ട് പോകണ്ട. ദൈവം എന്നെ ഇവിടെ അയച്ചു എന്നുള്ളതിൻ്റെ ആ കൺഫർമേഷനാണ് 25 പേരുടെ സ്നാനം. 25 പേരുടെ സ്നാനം എൻ്റെ പൊന്നു പാസ്റ്ററെ 3 മാസം ഞാൻ നിലത്തും താഴെ നിൽക്കാതെ വർക്ക് ചെയ്തു. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, നീ വരണ്ട, ആദ്യത്തെ 3 മാസം നീ വരണ്ട, നീ പപ്പായുടെയും അമ്മച്ചിയുടെയും കൂടെ. പപ്പായ അന്ന് കൊല്ലത്ത് പ്രസ്പിറ്ററാണ്, മൊഹത്തല സഭയുടെ ശുശ്രൂഷകനും കൊല്ലം ഏരിയയുടെ പ്രസ്പിറ്ററുമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സഭ എടുക്കാനോ സഭയ്ക്കോ ഒന്നും ഒരു ക്ഷാമവും ഇല്ല, എവിടെയും നമുക്ക് അത് കിട്ടും. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു 3 മാസം കഠിന പ്രയത്നം ചെയ്തു. കഠിന പ്രയത്നം ചെയ്ത് 100 കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെടും, സ്നാനത്തിന് തീരുമാനിക്കും. അപ്പം പെന്തിക്കോസുകാർ എനിക്കെതിരായി. പെന്തിക്കോസിലെ ഒരു സഭയുടെ നേതാവ് അദ്ദേഹം ഇന്നും മരിച്ചുപോയി. അപ്പം വൈഫ് ഇല്ലാത്തതിൻ്റെ പേര് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇദ്ദേഹം, ഈ നേതാവ് തൻ്റെ പുള്ളിയും ഈ സ്ഥലത്തേക്ക് വന്നു. പുള്ളി ഈ സ്ഥലത്തേക്ക് ചായ കുടിക്കാൻ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കയറി വന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ കൂടെ പഠിച്ചയാളാണ്. അപ്പം ഞാൻ ഇന്നാരുടെ മോനാന്നൊക്കെ പരിചയപ്പെട്ട പുള്ളിക്ക് സന്തോഷമായി, പുള്ളിയുടെ കൂട്ടുകാരനല്ലേ. അപ്പം എൻ്റെ മോനെ ഇവിടുന്ന് ഒരു ചുട്ടിപ്പൂശാനെ പോലും പ്രതീക്ഷിക്കേണ്ട, ഇതേ വാക്കാ പറഞ്ഞു, ഈ ഇവിടുന്ന് നിന്റെ യൗവനകാലത്ത് വേറെ എവിടെങ്കിലും പോയി കർത്താവിൻ്റെ വേല ചെയ്യുക. അദ്ദേഹത്തിന് ഇവിടെ ഒത്തിരി സഭയുണ്ടപ്പം. അപ്പം അതിനെ എന്നെ നിരാശപ്പെടുത്തി. എങ്കിലും ആ സ്ഥലത്ത് 3 മാസം കൊണ്ട് 25 പേരെ സ്നാനപ്പെടുത്തി. അപ്പോൾ സ്നാനപ്പെടാൻ ആൾക്കാർ മുമ്പോട്ട് വന്നത് 100 കണക്കിന് ആൾക്കാർ വന്നു, പക്ഷെ കിട്ടിയത് എത്രയും പേരേ ഉള്ളൂ. പള്ളിക്കാരും പെന്തിക്കോസുകാരും പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം പറഞ്ഞു, ബാബു ജോർജിൻ്റെ കൂടെ പോകരുത്, പോയാൽ ശവക്കോട്ടയില്ല. നിങ്ങൾ അവൻ്റെ കൂടെ പോയാൽ അവൻ നിങ്ങളെ കൊണ്ട് ശവക്കോട്ട വാങ്ങിപ്പിക്കും, ആ കാശ് പള്ളിയില്ല, അവൻ നിങ്ങളെ കൊണ്ട് ഹോള് വെപ്പിക്കും, അതിൻ്റെ കൂടെ പോകരുത്. ഇത് രണ്ടും കേട്ട വല്ലവരും വരുമോ? എടാ, ഇവിടെ ഹോള് കിടക്കുകയല്ലേ, ഇവിടെ പള്ളിയുണ്ട്, ഞങ്ങളുടെ കൂടെ പോരെ. പെന്തക്കോസുകാർ തന്നെയായിരുന്നു സാറിന് ഒരു പാര. അല്ല, പെന്തിക്കോസിന്റെ പാര എന്ന് പറഞ്ഞാൽ ഭയങ്കര പാരയാ, ശവക്കോട്ടയില്ലെന്ന് പറയാ. അന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വീട്ടിൽ അമ്മ ചാകാറായി കിടക്കുക. അപ്പോൾ പറയും ശവക്കോട്ടയില്ല, അവൻ്റെ കൂടെ പോകണ്ട, പോവല്ല. പിന്നെ വേറെ ചിലർ അപ്പം ഹോളില്ല, ഹോള് വെപ്പിക്കും. എൻ്റെ മോനെ എന്ന് വേണ്ട, ഇങ്ങനെ ഇതങ്ങോട്ട്. പിന്നെ ഇവിടുത്തെ
മറ്റ് സമുദായ സഭകളും പിന്നെ പെന്തിക്കോസ് സഭകളും. ഞാൻ കൊല്ലത്തുനിന്ന് വന്നതിൻ്റെ പേര് ഞാൻ മുക്കുവനാന്ന് പറഞ്ഞു. ജാതിപരമായ ഒരു അധിക്ഷേപം. റാന്നിയിൽ ഇച്ചിരി ജാതി സ്പിരിറ്റ് ഇപ്പോഴും അവിടെ എവിടെയെങ്കിലും ചിലരുണ്ട്. എന്തുവാ ഈ ജാതി സ്പിരിറ്റ്, കനാനയ കമ്മ്യൂണിറ്റി, മർത്തോമ കമ്മ്യൂണിറ്റി, സിറിയൻ ക്രിസ്ത്യൻ, ഇങ്ങനെ ഓരോ ദളിത് ഇങ്ങനെയൊക്കെ ഉണ്ട്. മർത്തോമ സഭയ്ക്കും അല്ല ഓരോ സഭയ്ക്കും ദളിതരുടെ പള്ളി, മറ്റവരുടെ പള്ളി. ആ പള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് നമുക്ക് സഭ്യമായ ഭാഷയല്ല നമുക്ക് ഉപയോഗിക്കാം. അങ്ങനൊരു അപ്പം സാർ ഒരു മുക്കുവനാണെന്നുള്ള ഒരു പ്രചാരം ഇവിടെയുള്ള പെന്തക്കോസുകാർ തന്നെ ചെയ്തു തന്നു. കാരണം പപ്പ കൊല്ലത്താണല്ലോ. അപ്പം ആ നിലയിൽ നീ അങ്ങനെ ചെയ്തു. പക്ഷെ അങ്ങനൊരു ഒരു സമുദായ പള്ളിയിലുള്ള ഒരാൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാനും തിരിച്ചൊരു വേല വെച്ചു. തിരിച്ചു വേല വെച്ചത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഒരു സഹോദരനെ കൊണ്ട് അവൻ്റെ ഒരു പെങ്ങളെ ഞാൻ കല്യാണം ആലോചിച്ച് കെട്ടിച്ചു. അങ്ങനെ ഞാൻ പ്രതികാരം വീട്ടിട്ടുണ്ട് എന്ന് അത് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമുള്ള ഒരു അത് ആ കമ്മ്യൂണിറ്റിയിലേക്ക് മറ്റാരെയും കയറ്റത്തില്ല. കയറ്റാത്ത ഒരു കമ്മ്യൂണിറ്റി അതാരും ആയിക്കോട്ടെ, ഞാൻ പറയത്തില്ല ആരും ആയിക്കോട്ടെ. അപ്പം ആ നിലയിൽ എല്ലാം വന്നു. ആ നില 25 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം. പിന്നെയും സന്തോഷവും പിന്നെയും കൂടെ ആൾക്കാർ സ്നാനപ്പെടാൻ വന്നു. അപ്പം ഏകദേശം ഒരു 10,000 പേരെ സ്നാനപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. ഈ 70ാം ജന്മദിനം കഴിഞ്ഞപ്പോഴും ഈ പമ്പയാറ്റിൽ പോയി ബിഷപ്പ് ഡ്രസ്സിൽ തന്നെ ഒരു സ്നാനം നടത്തി. അതിൻ്റെ ഫോട്ടോ ഞാൻ പാസ്റ്ററെ കാണിച്ചല്ലോ. കാരണം പിന്നീട് ഞാൻ ഇവിടെ ബൈബിൾ കോളേജൊക്കെ ബൈബിൾ കോളേജ് തുടങ്ങിയ ചരിത്രങ്ങളുണ്ട്. അതും ഒരുപാട് സമയമെടുക്കും ആ കാര്യങ്ങളൊക്കെ പറയാൻ. ബൈബിൾ കോളേജൊക്കെ തുടങ്ങിയപ്പോഴാണ് വചനം പഠിക്കാൻ തുടങ്ങിയത്. ഈ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചപ്പോഴും വേണ്ടതുപോലെ വചനം പഠിക്കാൻ പറ്റിയില്ല. SAVC പോയപ്പോഴും പറ്റിയില്ല. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പലതും നമ്മുടെ ഇന്നത്തെ ആരാധന ശരിയല്ല. അപ്പോൾ ഇവിടെ പെന്തിക്കോസിനെല്ലാം കൂടെ തകിടം മറിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ കിടക്കുക. പെന്തിക്കോസിൻ്റെ ആധിപത്യം ഇവിടെ ഉണ്ടാകണം. പെന്തിക്കോസ് ഞാൻ പണവും എൻ്റെ ആരോഗ്യവും എൻ്റെ ആയുസ്സും ഒരു തീക്ഷ്ണമായ ഒരു പ്രവർത്തനം ഇവിടെ തുടങ്ങി ഇവിടുത്തെ എല്ലാ പ്രബല കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഞാൻ ശാനപ്പെടുത്തി. എല്ലാ കമ്മ്യൂണിറ്റി, നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, ദളിത് കമ്മ്യൂണിറ്റി, കനാനയ കമ്മ്യൂണിറ്റി, മർത്തോമ കമ്മ്യൂണിറ്റി, കത്തോലിക്ക കമ്മ്യൂണിറ്റി, ഇതിനെല്ലാം കർത്താവ് കൃപ ചെയ്തു എന്നല്ലാതെ എൻ്റെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ ദിവസം എൻ്റെ 70ാം ജന്മദിനം കഴിഞ്ഞ് ഇവിടെ പമ്പയാറ്റ് ശാനപ്പെടുത്തിയപ്പോൾ ഞാൻ ശാനപ്പെടുത്തിയത് കത്തോലിക്കയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സ്തോത്രം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിച്ചു. അതാ ഒരു ചെറുതായിട്ടൊരു ഇത് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഓർക്കാനും പറയാനും ഓരോന്നും തുടങ്ങിയതും. അപ്പം ഈ സമയത്ത് ഈ പെന്തിക്കോസിൻ്റെ ഇടയിൽ ഈ വഴക്കുണ്ടാകുന്നത് മാറ്റാൻ ഞാൻ ശ്രമിച്ചു. ഐക്യതയില്ലാത്ത. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു VM മാത്യു സാർ എന്ന് പറഞ്ഞ ഒരാള്, ഈ ക്രൈസ്തവ ചിന്തയുടെ ആള് അല്ല, ക്രൈസ്തവ ചിന്തയുടെ ആളല്ല, VM മാത്യു എന്ന് പറഞ്ഞ ആള് ഗുഡ് ന്യൂസ് വീക്കിലി സ്ഥാപിച്ച ആളും. പുള്ളി ഒരു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു, സെയിൽ ടാക്സോ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. പുള്ളിക്കാരനോട് എനിക്ക് വലിയ സ്നേഹമായി. കാരണം ഞാൻ ലീഡർഷിപ്പ് സ്നേഹിക്കുന്നവരിൽ പുള്ളി പലപ്പോഴും റാന്നി വന്ന് എൻ്റെ സഭയെ വരികയും അദ്ദേഹവുമായിട്ടൊരു അടുപ്പം എനിക്കുണ്ടായി. അദ്ദേഹമായിട്ട് അടുപ്പം, അദ്ദേഹം ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. VM മാത്യു സാറ് മനസ്സിലായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ പുതുപ്പള്ളി വെച്ച് ഒരു ഐക്യയോഗം. അപ്പോൾ ആ യോഗത്തിന് ഈ റസലുമൊക്കെ എന്ത് ചെയ്തു. അപ്പം റസലും ഞാനുമായിട്ടുള്ള അടുപ്പം എന്ന് തുടങ്ങിയത് ഈ 80 ആ സമയങ്ങളിലാണ്, 80, 81, 82 സമയങ്ങളിലാണ് എൻ്റെ ഓർമ്മ. കാരണം ഈ ഹോളിഡേ ഇന്നിൽ കുമ്പളി വെച്ച് യോഗം നടക്കുമ്പോൾ ആ സ്നേഹബന്ധത്തിൽ
മുമ്പോട്ട് വന്നപ്പം ഈ ഇദ്ദേഹം എല്ലാം കൂടെ ഞാനും അന്നത്തെ കാലത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു നല്ല തുക അങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിച്ച് മുമ്പോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് KPF വന്നു, കേരള പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ്. അപ്പോൾ അതിൽ KPF വന്നപ്പം അന്ന് ഞാൻ പ്രായക്കുറവാണ്, കൊച്ചി ചെറുക്കനാ. അപ്പോൾ അവർക്ക് എന്നെ വേണം, അവർക്ക് എന്നെ വേണ്ടിയിട്ട് എന്നെ അവരങ്ങ് ട്രഷററാക്കി ഐക്യപ്രവർത്തനങ്ങളിൽ. കാരണം പ്രായക്കുറവ്, എനിക്കന്ന് ഓർഡിനേഷൻ വരെ കിട്ടിയിട്ടില്ല. ഓർഡിനേഷൻ ഇല്ലാത്ത സമയത്താണ് എന്നെ കേരള പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ട്രഷററാക്കുന്നു. അപ്പോൾ ഐക്യതയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ IPC-യിലും മറ്റോരോ സഭകളിൽ ഈ പ്രശ്നം വരുമ്പം പോയി പരിഹരിക്കുക, മീഡിയേറ്ററായിട്ട് നിൽക്കുക. ഇവരുടെയൊക്കെ വീട്ടിൽ പോയി അപ്പച്ചാന്ന് വിളിച്ച്, അമ്മച്ചിന്ന് വിളിക്കേണ്ടത് അമ്മച്ചിന്ന് വിളിച്ച്. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. കാരണം എനിക്ക് IPC-യോടുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ KE എബ്രഹാം സാറ് പപ്പ മാവേലിക്കര പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇളയ പെങ്ങളെ. അപ്പം ആ സമയത്ത് അപ്പച്ചനും മാവേലിക്കര വരും. മാവേലിക്കര വരുമ്പോൾ എന്നെ അടുത്ത് വിളിച്ച് മോനെ എന്തോ ഉണ്ടെന്നൊക്കെ ചോദിച്ച്, അപ്പച്ചന് ഒരു നല്ല ഗുണം ഉള്ളത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് അനുഗ്രഹിക്കും. അപ്പം ഇദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്ന് വരെ എന്നെ ആരും അങ്ങനെ അനുഗ്രഹിച്ചിട്ടില്ല. കൊച്ചു കുഞ്ഞായിട്ടെങ്ങാണ്ട് നടക്കുമ്പം ആരാണ്ട് പറയും ജോർജ് കുട്ടിയുടെ മോനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും ഓർമ്മ ഒരു കൊച്ചു നിക്കറായിട്ടേക്കുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ താടിക്കും തലയിലും കൈവച്ച്, താടിയിലും തലയിലൂടെ കൈവച്ച്. അങ്ങനെ ആരും അങ്ങനെ അനുഗ്രഹിക്കാറില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഈ പുള്ളി മാത്രമേ താടിയിലും കൂടെ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. കാരണം മറന്നു പോകാത്ത ഒത്തിരി ചിത്രങ്ങളാണല്ലോ നമുക്കുള്ളത്. അപ്പം അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇല്ല. നേരത്തെ കല്ലുവല കുഞ്ഞാനിച്ചാൻ്റെ ഇത് പറഞ്ഞ പോലെ കല്ലുവല കുഞ്ഞാനിച്ചാന് പപ്പായുടെ ഒരു സഹോദരൻ എന്നുള്ളൊരു നിലയ്ക്ക്. അതുപോലെ അദ്ദേഹം മരിക്കുന്നവരെയും എന്നെ എവിടെ വെച്ച് കണ്ടാലും റാന്നി വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞ എന്ന് പറയുന്ന ആ വാത്സല്യവും ആ സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലൊരു പശ്ചാത്തലം. ഏതാണ്ട് ഒരു 4000-ഓളം ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. ഇവിടത്തെ ബൈബിൾ സ്കൂൾ മാത്രമല്ല, ഈ ഇതിൽ ഭിന്നിപ്പ് കണ്ടപ്പം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന് രജിസ്ട്രേഷൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ ആരും സമ്മതിക്കത്തില്ല രജിസ്ട്രേഷൻ ഉണ്ടെമ്പോൾ നടക്കുക. അപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, അത് ക്യാൻസലായി പോയി. ആ ക്യാൻസലായി പോയിട്ട് ഇനി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കത്തില്ല. മറ്റേത് കിട്ടും. രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ ഈ ബിഷപ്പ് കോൺസിക്രേഷൻ എടുത്തതിന് ശേഷം അവർ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അത് ഈ NSS NDP രജിസ്റ്റർ പോലുള്ള സൊസൈറ്റി അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ എന്തുവാ ഈ കാനോനികമല്ല. കാനോനികമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കാനോനികമായി നിലവിൽ ഇപ്പോൾ അസംബ്ലീസ് കോഡ് ഒരു കാനോനികമായ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത്. ആണല്ലോ. അസംബ്ലീസ് ഓഫ് ഗോഡ് മാത്രമല്ല, IPC-യും എൻ്റെ അറിവനുസരിച്ച് ബാക്കിയുള്ള എല്ലാ പെന്തിക്കോസ് ഇതിൽ വ്യത്യസ്തമായ ഒരു ഭരണമാണ് TPM-ലുള്ളത്. പക്ഷെ TPM-ൽ ഉപദേശം തെറ്റല്ലേ? TPM-കാരെന്ന് പറഞ്ഞത് ജനത്തെ കെട്ടിയിട്ടേക്കല്ലേ? കാരണം സുവിശേഷ വേല ചെയ്യരുത്. വിഷയത്തിലേക്ക് വരാം. അപ്പം ഇങ്ങനെ ഈ സുവിശേഷ വേലയുമായി മുമ്പോട്ട് പോകുമ്പോൾ സാറിന് മനസ്സിലായി ഈ AG സഭയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോയതാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പം ഇനി അടുത്ത ചോദ്യം, ഈ AG സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സുപ്രഭാതത്തിൽ ബാബു ജോർജ് പാസ്റ്റർ ഒരു ബിഷപ്പായി എന്ന് കേൾക്കുവാനായിട്ടിടയായത്. അപ്പൊ ശരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു പശ്ചാത്തലം എന്താണ്? സാറ് വല്ല പ്രലോഭനങ്ങളിൽ കുരുങ്ങിപ്പോയതാണോ, അതോ മറ്റു പലരും പ്രലോഭനത്തിൽ പെടുത്തിയതാണോ, അതോ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണോ, അതോ അധികാരത്തിന് വേണ്ടി ചെയ്തതാണോ? എന്താണ് ഇതിന്റെ ഒരു റിയൽ ഫാക്ട്? ഈ ആളുകൾക്ക് പലർക്കും അറിയത്തില്ല ഇതാ സംഭവം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് ഞാൻ കേട്ടു, ബാബു ജോർജ് പാസ്റ്റർ ബിഷപ്പ് സ്ഥാനം വേണ്ട എന്ന് വെച്ച് AG സഭയിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊരു സൂര്യം കൂടെ കേട്ടു. അപ്പം ആദ്യം നമുക്ക് എന്തിനാണ് ഈ ബിഷപ്പ് കുപ്പായം ലൈസൻസ് എടുത്തത്? ആ ബിഷപ്പ് പദവിയിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഞാൻ പറഞ്ഞല്ലോ,
ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബഥേൽ ചെന്നപ്പോൾ ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്ന ഗ്രൂപ്പിസം ഉണ്ടായി. ഈ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അതിനൊരു കാരണമുണ്ട്. ഞാനിവിടെ ആരാധന നടത്തുന്ന സഭയിൽ കർത്തൃമേശയുണ്ട്. കർത്തൃമേശ നടത്തുമ്പോൾ എല്ലാവരോടും ക്ലീൻ ഹാർട്ടായിരിക്കണം. അപ്പം ഇതെവിടെ ഗ്രൂപ്പിസം കഴിഞ്ഞ് ചുവടോട്ട് വരുമ്പോൾ എവിടുന്ന ക്ലീൻ ഹാർട്ട്? അവരോട് പിണക്ക്, ഇവരോട് പിണക്ക്, ആ പിണക്ക്, ഈ പിണക്ക്. എനിക്കങ്ങനെ പിണങ്ങിയിരിക്കാനായിട്ട് ഒക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് സെക്രട്ടറി ആയി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ. അതിനു മുമ്പ് ദീർഘവർഷം പ്രസ്പിറ്ററായി. അന്നത്തെ കാലത്ത് പ്രായം കുറഞ്ഞ പ്രസ്പിറ്റർ ഞാനായിരുന്നു. അപ്പോൾ ആ പ്രായം കുറഞ്ഞ ഒരു പ്രസ്പിറ്റർ എന്നുള്ള നിലയ്ക്ക് ആ പ്രസ്പിറ്ററിയിൽ അന്ന് മുതലേ എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രസ്പിറ്ററി കഴിയുമ്പോഴും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിസോ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ വന്നിവിടെ കർത്തമേശ എടുക്കുമ്പം ഒരു കുറ്റബോധം, എല്ലാവരോടും ഹൃദയം ക്ലീനാണ്. അപ്പോഴപ്പൻ പണ്ട് പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരും, ആരോടും പിണങ്ങിയിരിക്കരുത്. അപ്പം ഇങ്ങനെ ഏജിയിലെ ഒറ്റ വാക്കി പറഞ്ഞാൽ, പരമാർത്ഥ ഹൃദയത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ, ഏജിക്ക് വേണ്ടിയാണ് ഞാൻ ബിഷപ്പ് കോൺസിക്രേഷൻ എടുത്തത്. അതാ ഏജി സഭയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ഏജി സഭയുടെ വളർച്ചയെന്നോ നിലനിൽപ്പെന്നോ അതിനെക്കാട്ടി നല്ലത് ഭിന്നിപ്പില്ലാതെ പോകാൻ, ഒരു രാഷ്ട്രീയം ഇല്ലാതെ പോകാൻ. അതായത് ഏജി സഭയ്ക്ക് വേണ്ടി ഒരു ത്യാഗം സഹിക്കുകയായിരുന്നു. അതെ, ഏജി സഭ അതൊരു ബലിയാടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനെക്കുറിച്ച് എങ്ങനെ ജനം വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം കേരളത്തിൽ വ്യത്യാസം കണ്ടില്ലെങ്കിലും വടക്കേ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ്, ഇതൊരു ഇൻ്റർനാഷണൽ ബിഷപ്പ് കോഡാണ്. ഇതിട്ടുകൊണ്ട് ഏജിയിലെ പല പുള്ളികളും ഇന്ന് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിട്ടാൽ അതിൻ്റെ അർത്ഥം നീ ഇത് എടുത്തിട്ടുണ്ടെന്നാണ്. അല്ല, അത് ആരൊക്കെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അവരുടെ പേര് പറയാൻ ഇല്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ഡ്രസ്സ് നോക്കിയാൽ മതി സാറേ. അത് നോക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, അത് പറഞ്ഞു നോർത്ത് എന്താ കുഴപ്പം? അവരെന്തായാലും ഇത് ഇടുവല്ലേ. അതെ, അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, അവര് എവിടെ എടുത്ത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആധികാരികത ഇല്ലാതെ എവിടെയെങ്കിലും എടുക്കട്ടെ. ഇങ്ങനെ ഞാൻ പറയാം, ഈ കോളർ ഇപ്പൊ എന്റെ കോളർ കാണാമല്ലോ, ഇതിട്ട് ആരെങ്കിലും എവിടെങ്കിലും കണ്ടാൽ അവനിത് എടുത്തതാ. അതായത് ബിഷപ്പ് കുപ്പായം എടുത്ത ആളാണ് ലൈസൻസ്. അപ്പൊ ഏജി സഭയിലും വേറെ ആളുകളുണ്ട്. നേതൃത്വത്തിലുള്ളവർ വരെ ഇതെടുത്തതാണ് എൻ്റെ അറിവ്. പക്ഷെ അവര് ഇതെടുത്തവര് പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ ഒന്നും ഇടരുത്. അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, അവർ ഡ്രസ്സ് നോക്കണം. അപ്പൊ അതായത് ബാബു ജോർജ് പാസ്റ്റർ ഇതിൻ്റെ അകത്ത് ബിഷപ്പ് പദവി സ്വീകരിച്ചു, ഒരു ബലിയാടായി മാറി, കുപ്പായിട്ട് നടക്കുന്നു. പക്ഷേ ഈ ബിഷപ്പ് പദവി എടുത്ത പല ആളുകൾ ഏജിയിലുണ്ട്. അവർ കുപ്പായം ഇടാതെ ലൈസൻസ് ഒക്കെ എടുത്ത് അവർ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ. പാസ്റ്ററെ, ബാബു ജോർജിന്റെ കാര്യം പറയണ്ട, ചർച്ച് ബോർഡ് എടുക്കുക. ചർച്ച് ബോർഡിലുള്ള ഓർഡിനേഷൻ കിട്ടിയ എല്ലാവരും, നിങ്ങൾ മാസികയിൽ ജനറൽ കൺവെൻഷനൊക്കെ ഓവർസിയറെ ചിലപ്പോൾ ബിഷപ്പ് എന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് അതൊക്കെ എന്ന് പറയാൻ നേരെ നിൽക്കാൻ വയ്യാത്തോണ്ട് ഈ കള്ള ബിഷപ്പുമാരാകുന്ന എന്തിനാ? ഇന്റർനാഷണൽ ആയിട്ടുള്ള ബിഷപ്പ് കോഡ് സ്വീകരിച്ച് ബിഷപ്പാകും. അല്ല, ഞാനിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആകാം. എൻ കെ കൊച്ചുമോൻ പാസ്റ്ററുടെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് നയിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ബാബു ജോർജ് പാസ്റ്റർ മാത്രമല്ല ബിഷപ്പായിട്ടുള്ളത്, എൻ ബി കൊച്ചുമോൻ ബിഷപ്പാണ്. അതുപോലെ മറ്റു പലരും ബിഷപ്പാണ്. പേര് പറയാൻ പലരുടെയും താല്പര്യപ്പെടുന്നില്ല. അല്ല, പേര് പറയാം. ചർച്ച് ബോർഡിലുള്ള ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ് എല്ലാം ബിഷപ്പാണ്. സാർ ഒരു കാര്യം ചെയ്യേ, ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്ക്. എന്നെ കാണിച്ചിട്ടുള്ളവരുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ബിഷപ്പെന്നാണ്. ഓക്കെ. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്തത് എന്താ, ബിഷപ്പായാൽ വല്ലതും കാര്യങ്ങൾ നടക്കുമോ, ഭിന്നിപ്പില്ലാതെ വരുമോ, സഭയ്ക്ക് ഗുണം ചെയ്യുമോ? ചെയ്യും. ഒന്ന്, ബിഷപ്പ് എന്നുള്ള വാക്ക് ബിബ്ലിക്കല. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പനമേ ഉള്ളൂ.
എടാ ഈ ഇംഗ്ലീഷും മലയാളവും തമ്മിൽ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു തകരാറാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം നമ്മുടെ പെന്തിക്കോസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവർ അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നു. അതെ, ഇന്നത്തെ കാലത്തും അല്ല, ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരം വേണമെന്നില്ലല്ലോ. അതെ, പണ്ട് ഞാനൊക്കെ ഇറങ്ങിയ കാലത്തേക്ക് ആദ്യകാലത്ത് പറയും കൃപാവരമുണ്ട് പക്ഷേ വിവരമില്ലെന്ന്. കൃപാവര പ്രാപ്തരാ. കൃപാവര പ്രാപ്തരായിരിക്കുന്നവർക്ക് വിവരമില്ലെങ്കിൽ എന്തോ ചെയ്യും. അതെ. അവ എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെ ഒരു വചനത്തിൻ്റെ പരിജ്ഞാനവും ലോകപരിജ്ഞാനവും ഒരു ശുശ്രൂഷകന് ആവശ്യമാണ്. അതെ, ആവശ്യമുള്ളത് ബിഷപ്പായി കഴിഞ്ഞാൽ ബിഷപ്പിനെ ആരും താത്തിടത്തില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഈ വർഷം പാസ്റ്റർ പ്രസ്പിറ്റർ ആണെങ്കിൽ അന്നത്തെ കാലത്ത് 1 വർഷമേ ഉള്ളൂ. ആ 1 വർഷം തികയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഡീപ്രൊമോട്ട് ചെയ്യല്ല, പാസ്റ്ററെ താത്തിടുക. താത്തിട്ടാൽ പാസ്റ്റർ പിന്നെ ആ സ്റ്റേജിൽ പോലും പാസ്റ്ററെ ഇരുത്തത്തില്ല. ഇത് വരുമ്പം ഗ്രൂപ്പിസം അങ്ങ് വളരുക. അപ്പം ഇന്നാളുടെ ഗ്രൂപ്പ് വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ പാസ്റ്റർ ആകാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുവാ പ്രസ്പിറ്റർ ആകാം എന്നുള്ള ആഗ്രഹമായി. ഇതാണ് സഭയെ നശിപ്പിച്ചത്. ഇതിന് പരിഹാരം കാണണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ബിഷപ്പ് കോൺസിക്രേഷൻ എടുത്തത്. അസംബ്ലീസ് ഓഫ് ഗോഡിന് വേണ്ടിയാണ്. അല്ല, ഇത് ഈ പാസ്റ്റർ ഈ ബിഷപ്പ് പദവിയിലേക്ക് വരുന്നത് ഈ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ആൾ പലർക്കും അറിയാമായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾ സാറിനെ ഇതിന് ഉത്സാഹിപ്പിച്ചു, എന്നിട്ട് സാറിനെ മുമ്പിൽ നിർത്തിയിട്ട് പാലം വലിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതൊക്കെ കേട്ടുകേഴ്വികളാണ്, ചില ആരോപണങ്ങൾ കേൾക്കുന്നതാണ്. അത് ഈ നമ്മൾ കമ്പി എന്നൊക്കെ പറയുന്ന പോലെ എന്റെ അല്ല, കൂട്ടത്തിൽ നിന്നൊരു സാറിന് ചതിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതായി ചോദിക്കുന്നത്. അല്ല, തുറന്നു പറയുന്നതിന് കുഴപ്പമില്ല, ഞാൻ അറിയണമല്ലോ. ഒന്നുമില്ല, അതായത് അങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ടോ? അല്ല, കൂട്ടത്തിൽ നിന്നല്ല. എനിക്ക് ഇങ്ങനൊരു ബിഷപ്പ് കോൺസിക്രേഷൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു രജിസ്ട്രേഷൻ പെന്തക്കോസ്റ്റൽ ബിഷപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഞാൻ നടത്തി. അപ്പോൾ ആ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ അന്ന് എൻ്റെ മകനാണോ എന്ന് ചോദിച്ചാൽ മകനല്ല, എന്നാൽ എൻ്റെ അനിയനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനിയനല്ല, എന്നാൽ എൻ്റെ സെക്രട്ടറി ആണോ എന്ന് ചോദിച്ചാൽ നാട്ടുകാരും ആ പുള്ളിയും പറയും എൻ്റെ സെക്രട്ടറി ആണ്. ഒരു 10-15 വർഷം 14 വർഷം എൻ്റെ കൂടെ വന്ന ഒരു പയ്യനുണ്ട്. അവന് ഇതറിയായിരുന്നു. അവനാണ് എനിക്ക് രജിസ്ട്രേഷൻ ഒപ്പിട്ട് തന്നത്. അവന് മാത്രമേ ഇത് അറിയാവൂ. പിന്നെ പുള്ളി എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് വിഷയമല്ല. പക്ഷേ പുള്ളി ഒപ്പിട്ട് തന്ന രേഖ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അവന് മാത്രമേ അതറിയാവൂ. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് തന്നെ വന്ന ഒരു തെറ്റാണ്. എന്നാൽ ഇതിൻ്റെ പടങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് ഇതെന്ത് ചെയ്തു? ലീക്കായി. അതാണ് ഈ കൂടെ നിന്നവർ ചതിച്ചെന്ന് പറയുന്നത്. നിമിഷം മനസ്സിലായി. അല്ല, ഒരു അവസരം വന്നപ്പോൾ എന്നായിരിക്കും ആ കുത്തി. സാർ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഈ IPC AG ഇതുപോലുള്ള ചർച്ചകൾക്കൊന്നും ചർച്ച് രജിസ്ട്രേഷൻ ഇല്ല, വെറും സൊസൈറ്റി രജിസ്ട്രേഷൻ മാത്രം കൊണ്ടാണ് ഈ IPCയും AG ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും ഇതൊരു ഈ ചർച്ച് ഓഫ് ഗോഡ് AG IPC ഒന്നും ഒരു ക്രിസ്തീയ സഭയല്ലേ? എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം? അത് പറയുമ്പം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. അല്ല, തെറ്റിദ്ധാരണയൊന്നുമില്ല. അതായത് പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അത് ഒരു സഭയാകാൻ കാരണം എൻ്റെ ചിന്തയിൽ പെന്തിക്കോസ്റ്റിലോട്ട് വന്നവരെ അവർ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് വന്നപ്പം പെന്തിക്കോസിൽ പോയെന്ന് പറഞ്ഞാൽ ഇവരങ്ങ് മുടക്കാൻ തുടങ്ങി. മുടക്കിയപ്പോൾ ഇവരുടെ മക്കളുടെ കല്യാണം നടക്കണ്ടേ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം, ശവസംസ്കാരം, ഇങ്ങനെ സാമൂഹികമായ ചടങ്ങുകൾ ഒക്കെ നടക്കണമല്ലോ.
അതിനെന്താ മാർഗമെന്ന് പിതാക്കന്മാർ അന്വേഷിച്ചു കാണും. അവരങ്ങനെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു ട്രസ്റ്റും സൊസൈറ്റിയും കമ്പനി ആക്ടും പ്രകാരമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ സഭയല്ലല്ലോ. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് പിന്നെന്ത് ചെയ്തു? അവർ എപ്പിസ്കോപ്പൽ വാക്കുപയോഗിച്ച് ഇപ്പോൾ തന്നെ ചില പ്രസംഗങ്ങൾ ഞങ്ങളുടെ പള്ളി, പെന്തക്കോസ്തുകാർ പറയുന്ന ഞങ്ങളുടെ പള്ളി. ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് പള്ളി എന്ന് പറയാൻ പറ്റത്തില്ല. എടാ, വിവരം ഉണ്ടെങ്കിൽ നീ അത് പറയാവോ? ഞങ്ങളുടെ പള്ളി